ഹായ് ഗായ്സ്, ഇന്ന് ഓൾഡ് സ്കൂൾ ബോയ്സ് വന്നിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സാധനമായിട്ടാണ്. ഇന്നത്തെ ബ്രഹ്മാണ്ഡ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള യൂട്യൂബ് ചരിത്രത്തിൽ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത വളരെ റിസ്കി ആയിട്ടുള്ള വളരെ ബഡ്ജറ്റ് കൂടിയ അതെ എന്താണത് മാസ്റ്റർ ഷെഫ് 2026 പ്രസന്റഡ് ബൈ OSB. അപ്പൊ കൂടുതൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് കടക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിന്ന് രണ്ട് ടീമായിട്ട് നമ്മുടെ OSBയെ അല്ല അപകടകരമായ നമ്മളിന്ന് നമ്മുടെ OSB ടീമിനെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. ഇവർ രണ്ടും ഒരു ടീം അല്ല ഇവര് രണ്ടും ഒരു ഞാൻ മറന്നു. അഖിൽദാസ് വാര്യളും വേറൊരു ടീം. അങ്ങനെ വച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് അവർക്ക് ഇതുവരെയ്ക്കും അറിയില്ല. അപ്പൊ ഗൈസ്, ശ്രീകാന്ത് ആണ് ഇന്നത്തേക്ക് മാസ്റ്റർ ഷെഫ്. അതെ, ഗോൾഡൻ റാംസിയുടെ ഒരു അപരൻ, ഒരു അളിയനായിട്ട് വരും കേരളത്തിലെ. സ്വയം പ്രഖ്യാപിത ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് പ്ലാൻ ചെയ്തതും ശ്രീകാന്ത് മിസ്റ്ററിക്കലായിട്ട് ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരം ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയില്ല. ആ ഇൻഗ്രീഡിയൻസ് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ട് നമുക്കറിയില്ല, നമ്മളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കും. അതെ, നിങ്ങൾക്ക് എത്ര സാധനം വേണമെങ്കിലും ഉണ്ടാക്കാം, എന്ത് വേണോ ഉപയോഗിക്കാം, എന്ത് വേണോ ഉപയോഗിക്കാതിരിക്കാം. എത്ര സാധനം വേണോ എന്ത് വേണോ ഉണ്ടാക്കാം. ഇറ്റ്സ് അപ് ടു യു. അതെ, ആ സാധനം വെച്ച് എന്ത് വേണോ ഉണ്ടാക്കാം. മെയിൻ ഇൻഗ്രീഡിയന്റ് മാത്രമേ യൂസ് ചെയ്യണമെന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്ത് വേണോ ഉപയോഗിക്കാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഞെട്ടിക്കണം. പിന്നെ അതിന്റെ പ്രസന്റേഷന് മാർക്ക് ഉണ്ടായിരിക്കും, ടേസ്റ്റിന് മാർക്ക് ഉണ്ടായിരിക്കും, പിന്നെ അതിന്റെ എക്സ്പെരിമെന്റിന് മാർക്ക് ഉണ്ടായിരിക്കും, എല്ലാത്തിനും മാർക്ക് ഉണ്ടായിരിക്കും. അതെ, പിന്നെ ഇതിന്റെ ജഡ്ജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലിബ്രിറ്റി ആരെങ്കിലും ആയിരിക്കും. ഈ നാട്ടിലെ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പം കൂടുതൽ സമയം കളയുന്നില്ല. നിങ്ങളുടെ ടീമിന്റെ ഏപ്രൺസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏപ്രൺസ് നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ട് സൈഡിൽ പോയി ഇത് മാറ്റുക. നമ്മൾ അപ്പോഴത്തേക്ക് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കാണാൻ വേണ്ടി അവരെ വിളിക്കാം. എടാ, നിങ്ങൾ രണ്ടുപേരും ടീം രണ്ടും വാ. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. മാങ്ങ, തക്കാളി, നാരങ്ങ, പുളി, അതായത് നമ്മുടെ കുടംപുളി, സാദാ പുളി, സവോള, എല്ലാം ഇருக்கு. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ഡിഷ്. യെസ്, ദിസ് ഈസ് ചെമ്പല്ലി. ഇവര് 5 പോയിന്റ് എക്സ്ട്രാ. കറക്റ്റ് ആയിട്ട് പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കരിമീൻ എന്ന് പറയാൻ പോയതെന്ന് എനിക്കറിയാം. ഇല്ലാത്ത ചോദ്യത്തിന് മാർക്ക് ഇത് പറയാൻ പാടില്ല. കരി എന്ന് പറയണ ഞാൻ കേട്ടു. കരി എന്ന് പറഞ്ഞത് കരി പുറത്താവില്ലേ. അപ്പൊ ചെമ്പല്ലിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ മീൻ വെച്ച് നമുക്ക് എന്ത് വേണോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്നാപ്പർ ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കണം, ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കാണാം, എന്തുണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഡിസ്കഷൻ ഒരു സമയം വേണോ? സമയം വേണം. ഇത് കണ്ടിട്ട് എന്തായാലും വളരെ സർപ്രൈസ് ആയിരുന്നു. എവരില് കോൺഫിഡൻസ് ഉണ്ട്. ദാസനൊക്കെ തിന്നാനല്ലാതെ അവ കൈ കൊണ്ട് പ്രതീക്ഷ ഉണ്ട്. എനിക്ക് എന്റെ ഇതില് പല മീനുകളും ഇന്ന് ഒരു മീൻ എടുക്കാവും. അത് ശരിക്കും പറഞ്ഞ ഇവര് ചിലപ്പോ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഹാഷിം ഉള്ളതുകൊണ്ട്, അല്ലാണ്ട് മറ്റേ സൈഡിൽ ഞാൻ കാണുന്നില്ല. പിന്നെ വേറൊരു കാര്യം, മീനു ഉള്ളതുകൊണ്ട് നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഹാഷിമിന് ഒരു കുറവുണ്ടെങ്കിൽ അത് മീനുമാണ്. ഇനി ജയിച്ചാലും അവന്റെ തലയിലാവും. അല്ല, ഇത് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്താണ് സാധനം ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ടീം ഇവിടെ ഉണ്ട്. അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. സാധനം നോക്കിയിട്ട് അവർക്ക് എന്താണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇത് ലോക്ക് ചെയ്യണം കേട്ടോ. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഴയിലേ നമുക്കുള്ളതിന് എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഉള്ള വാഴയിലക്ക് പകരം നമുക്ക് ഒരെണ്ണം പൊള്ളിക്കാം, ഒരെണ്ണം ഫ്രൈ വെക്കാം. ഓക്കെ, ഫ്രൈ സിമ്പിൾ അല്ലേ? ഒരെണ്ണം പൊള്ളിക്കാം. നമുക്ക് 2 ഡിഷുണ്ട്. അത് പൊള്ളിക്കാനുള്ള സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് ഇവിടെ ഉണ്ട്. ഫ്രൈ ചെയ്യാൻ നമുക്ക് ഇത് മാത്രം മതി. മുളക് പൊടി, ഉപ്പും ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് അപ്പോൾ സെറ്റാണ്. നമുക്ക് ഇത്ര ഡിസ്കഷൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിത് സിമ്പിൾ ആണെങ്കിലും അടിപൊളിയായി. നിങ്ങൾ എത്ര ശതമാനം കോൺഫിഡന്റ് ആണ്? നമ്മൾ 150%, 100 150%. അത് നിങ്ങളിലുള്ള കോൺഫിഡൻസ് ആണോ അതോ അവരിലുള്ള കോൺഫിഡൻസ് ആണോ? അല്ല, നമ്മളിൽ ഈ 50 അവരുടേതാണ്. ഓക്കെ,
അപ്പം നിങ്ങൾ കേട്ടാണ് അവരെന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇനി നമുക്ക് സെക്കൻഡ് ടീമിനെ വിളിക്കാം. ചിലപ്പോൾ അവരെനിക്ക് പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും മാറ്റി ചിന്തിക്കും. നമുക്ക് മാറിക്കോളാം, അവർ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ നോക്കിക്കോ വേണമെങ്കിൽ എന്തൊക്കെ സാധനം ഉണ്ട് എല്ലാം നോക്കിയിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. എല്ലാം ഉണ്ട്. സംഭവം പുളിയുണ്ട്, തേങ്ങാപ്പാലുണ്ട്, മാങ്ങ ഉണ്ട്, നാരങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട്. സാധനം എല്ലാം ഉണ്ട്. തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യൽ ഒരു സാധനവും കൂടി ഞാൻ വച്ചിട്ടുണ്ട്, മുരിങ്ങയ്ക്ക. അപ്പോഴേ എനിക്ക് തോന്നുന്നു ശ്രീകാന്ത് കണ്ടതൊരു മീൻകറി ആണ്. ശ്രീകാന്ത് മനസ്സിൽ കണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോഴെന്തായാലും നമുക്കൊരു മീൻകറി പോലത്തെ ഒരു സാധനം വെക്കാം. പിന്നെ കുറച്ച് ഒരു ഡിഷ് കൂടെ വെച്ചൂടെ? എത്ര വേണോ വെക്കാം, 10 എണ്ണം വേണമെങ്കിലും വെക്കാം. എത്ര മീൻ നമുക്ക് കിട്ടും? നിങ്ങൾക്ക് 2 മീൻ കിട്ടും. ഏകദേശം ഒരു 2 മീനും ഏകദേശം 1 കിലോ ഉണ്ട്. 2 മീൻ. അപ്പോഴും ഒരു മീൻ നമുക്ക് വറക്കാം, ഒരു മീൻ കറി വെക്കാം. ടേസ്റ്റ് കാരണം അവര് മേടിച്ച് കഴിച്ച് പ്രശ്നം. നമ്മള് തരൂലേ? നിങ്ങൾക്ക് നമ്മള് തരൂല. നിങ്ങൾ എത്ര ശതമാനം കോൺഫിഡന്റ് ആണ് ഈ ഗെയിം? നമ്മള് 100% 200% നമ്മള് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് 2 മണിക്കൂർ സമയമുണ്ട്. എത്ര ഡിഷ് വേണം ഉണ്ടാക്കാം. നിങ്ങൾ എടുത്തു തുടങ്ങിക്കോ, സാധനം എടുത്തിട്ട് നിങ്ങൾക്ക്. അല്ല, എനിക്ക് അവരെന്താണെന്ന് ഉണ്ടാക്കണെന്ന് ഞാൻ കേട്ടില്ല, അത് അറിയണമെന്നുണ്ട്. നിങ്ങൾ ഞാൻ അറിഞ്ഞല്ലോ. നിന്റെ അകത്ത് മാത്രം നിർത്തിയാ മതിയായിരുന്നു. ഞാൻ ക്യാമറയ്ക്ക് സൗണ്ട് കിട്ടാൻ വേണ്ടി ഉറച്ച് സംസാരിച്ചല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്തിനു കിട്ടാ? എന്നാലും നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളെ സൈഡിൽ നിന്ന് നോക്കുമ്പോ അറിയാൻ പറ്റും നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്. എന്നാലും പറഞ്ഞൂടെ? അതല്ലേ അവരുണ്ടാക്കാൻ പോകുന്നത്. ഡൗട്ട് ഉണ്ടോ? എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊള്ളാം. ഓക്കെ, അവന്മാരുണ്ടാക്കാൻ പോകുന്നത് ഒന്ന് വാഴയിലയിൽ പൊള്ളിച്ചതും പിന്നെ ഒന്ന് ഫ്രൈ. സേഫ് കളി. കാരണം ഫ്രൈ സേഫ് ആണ്. നമ്മള് കറിയാണ് ഏറ്റവും പാടുള്ളത്. ജഡ്ജസ് എന്തായാലും പാടുള്ള എടുക്കുമെന്ന് വിചാരിച്ചു. അത് എളുപ്പമാണ്, പക്ഷെ കറി ഉണ്ടാക്കുന്നു. പൊള്ളിച്ചാല് മാറ്റാൻ പറ്റൂലേ? മാറ്റാൻ പറ്റൂല. പിന്നെ അല്ല, നിങ്ങൾക്ക് ഇനി വേറെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് ഒരു തവ ഉണ്ടാക്കാം. കാരണം ശ്രീകാന്ത് കഴിക്കാൻ ഒരു തവ വേണമല്ലോ. അപ്പം ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഈ സൈഡ് എടുത്തോ, നിങ്ങൾ ഈ സൈഡ് എടുത്തോ. അപ്പൊ ഗൈസ്, മീൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു നാടൻ സ്റ്റൈലിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കേരളത്തിന്റെ തനതായ കറിച്ചട്ടി അത് നമ്മൾ സർപ്രൈസ് ആയിരുന്നു. പക്ഷെ എവരാണത് കറക്റ്റായിട്ട് റിസോഴ്സസ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ ടീം എ ആണ്. എനിക്ക് തോന്നുന്നു ബോണസ് പോയിന്റ് കിട്ടാതിരിക്കില്ല. നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി നമ്മൾ ഫുഡ് ഉണ്ടാക്കി തരും. എടാ, എന്തുണ്ടാക്കിയാലും വായി വെക്കാൻ കൊള്ളതാണോ ഉണ്ടാക്കുന്നത്. അത് നമ്മള് അല്ലാതെ സെറ്റാക്കി തരും. എടാ, ഇപ്പം ഇനീഷ്യൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഒന്നും കൂടി മാറ്റണമെന്നുണ്ടോ? എന്തെങ്കിലും സാധനം നിങ്ങൾ ഇപ്പോഴും ആ ഡിഷ് തന്നെയാണോ ലോക്ക് ചെയ്തേക്കുന്നത്? പക്ഷെ ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല, ഗൂഗിളിലൊന്നും നോക്കാൻ പറ്റില്ല. ഡിഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. ലോക്ക് ചെയ്ത് ഏതൊക്കെയാണ്? പൊള്ളിച്ചതും സ്പെഷ്യൽ ഫ്രൈ. സാധാ ഫ്രൈ അല്ല, സ്പെഷ്യൽ ഫ്രൈ. ഇത് സ്പെഷ്യൽ പൊള്ളിച്ചത് സ്പെഷ്യൽ ഫ്രൈ. അപ്പൊ നിങ്ങളോ? സ്പെഷ്യൽ മീൻകറി. സ്പെഷ്യൽ മീൻകറി, സ്പെഷ്യൽ തിരുവനന്തപുരം മീൻകറി. വാക്കെങ്കിലും മാറ്റിപ്പിടിയടാ. സ്പെഷ്യൽ ഫ്രൈ, ഫിഷ് ഫ്രൈ, അതും തവ ഫ്രൈ, മറ്റേ അരിയാത ഫുൾ മീൻ. അപ്പൊ ഗൈസ്, 2 ടീമും അവരുടെ സ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈക്വൽ ആയിട്ട് നമ്മളുടെ റിസോഴ്സസ് പങ്കുവയ്ക്കാം. ഇത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്താണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതില് വേറെ വൃത്തിയാക്കാൻ ഒന്നുമില്ല. ഫുൾ ക്ലീൻ ആണെന്ന് തോന്നുന്നു. തലക്കറി വെക്കേണ്ടി വരും. തലക്കറി വേണ്ടല്ലേ? വേണ്ട, തലക്കറി വേണ്ട. ഇതിൽ ഏത് ഫ്രൈ ചെയ്യാടാ? നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം, ഇത് കറി വെക്കാം. ഇതൊന്നും കറിക്ക് അറിയോ നീ? ഞാൻ കറിക്ക് അരിഞ്ഞിട്ട് വരാം. നിങ്ങൾ വിചാരിക്കും അവർ ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന്. യവന്മാര് കുറച്ചു നേരത്തെ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു. നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നൊക്കെ ഓറ കണ്ടപ്പം പേടിച്ചു. ഓറ മാത്രമേ ഉള്ളൂ. പക്ഷേ
അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ തുടങ്ങിക്കോ കേട്ടോ പരിപാടി. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ സാധനം എടുക്കാൻ പോകാം. തുടങ്ങട്ടെ. കുറച്ച് അവൾക്ക് കൊടുറായി ചെറിയ ഇഞ്ചിയൊക്കെ തിന്നാ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അല്ലേ? എടാ അവിടെ ചെന്നിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ശരി, കട്ടിയിട്ട് തന്നാ മതിയടാ. ഏടിയ മൂസയിലും എന്റെ ബോംബ് വയ്ക്കുമ്പോ എല്ലാം എടുത്തോണ്ട് ഓടുന്നില്ലേ, TV അതുപോലെ എല്ലാം എടുത്തോണ്ട് എങ്ങോട്ടോ എടാ ഇത് വെക്കാനുള്ള ഇത് അത് അവന്മാര് കൈക്കലാക്കി. ഒക്കെയാണ് എടുത്തോ. അമ്മേനെ പാത്രം എടുത്തു. ഓക്കെ ഇത് ബൈ സോറി എടാ ഇത് ഒരു സഹായവും പ്രതീക്ഷിക്കുന്നതാണ്. കുറച്ചേരത്ത് നീ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനങ്ങൾ ഇനിയുണ്ട് ഇവിടെ. റിസോഴ്സസ് സിസ്റ്റം പോലെ ഉണ്ട്. എടാ ഇതിൽ മീനായി പോയി. ഈ സാധനം ഞാൻ എടുക്കും. അത് കഴുകിയതാണ്, കഴുകിയ വെള്ളമാണ്, പേടിക്കണ്ട, നല്ല വെള്ളം. ഈ സാധനം നമ്മൾ എടുക്കും. മീൻകറി വെക്കുന്ന ചട്ടിയിൽ മീൻ നാറ്റു. നീ എന്തോന്നാ പറയണ? അതല്ല മീന് വേണ്ട കുഴപ്പമില്ല. എടാ, ഈ സാധനം നമുക്ക് തവ അവന്മാർ നിങ്ങൾ രണ്ടും വേണോ? ഇതെന്താ ഇത് രണ്ട് എല്ലാ തവ ഇല്ല അത് വേണം നമുക്ക് താളിക്കണം. എടാ നമുക്കൊരു തവയും അതും ഇതിൽ മീൻ നിൽക്കുവോ ഇനി? ഇല്ല താളിക്കണം. ഇത് വേറെ കൂടെ അതുകൊണ്ട് അത് ഇരിക്കില്ലേ. ഓക്കെ ശരി, നമുക്ക് ഇത് അടി കൂടാതെ ഇതുണ്ട്. ഇത് മതി. ഇത് മൂന്ന് ചപ്പാത്തി കൂടെ ഇത് മസാല ദോശ. അല്ല ഇത് തവ ഫ്രൈ. തവ ഫ്രൈക്ക് ഇതാണ് നല്ലത്. ഓക്കെ ഓക്കെ ശരി ശരി തൽക്കാലം ഇത്രയും മതി. എടാ സാധനങ്ങൾ ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തുകൊണ്ടാ യൂസ് ചെയ്യാം. പിന്നെയും വന്നിട്ട് പിന്നെ വന്ന് എടുക്കാമല്ലോ, ഉള്ള എടുക്കാറാ. വാ. നമുക്കിതൊക്കെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല. ഇല്ല എടാ അപ്പൊ നിങ്ങൾ എന്താണ് ഫസ്റ്റ് ചെയ്ത് തുടങ്ങണം? ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാരും ചെയ്യണ പോലെ തന്നെ ചെറിയ ഉള്ളി ഇത് തൊലിക്കും, പിന്നെ ഈ ഇഞ്ചി ചുരണ്ടും, പിന്നെ വെളുത്തുള്ളി തൊലിക്കും, പിന്നെ ഒരു മീന് കറിക്ക് കട്ട് ചെയ്യണം. അത് ആരും കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 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 ഒന്നുമില്ല, വേറെ ഒന്നുമില്ലല്ലോ. വേറെ മുരിങ്ങയൊക്കെ പിന്നെ ചെയ്യാം. പിന്നെ മുരിങ്ങയ്ക്ക് ഒന്ന് ചുരണ്ടി വെച്ചേരും. ചീക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ടീം 2 പ്രിപ്പറേഷൻ നോക്കിയിട്ട് വരാം. ടീം 2 ഇതാ ഇവിടെ ഉള്ളി തൊലിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫസ്റ്റ്? വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതുപോലത്തെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് സെറ്റ്. അവന്മാരെ പോലെ അല്ല, ക്ലീൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനിൽ കൈ വയ്ക്കുള്ളൂ. ഓക്കെ ഓക്കെ. നിങ്ങൾ ഏത് മീനാണ് എന്തിനാണ് യൂസ് ചെയ്യാൻ പോണത്? ഈ രണ്ട് അതായത് ഇതില് ഈ വലിയ മീൻ പൊള്ളിക്കും, ഫ്രൈ. ഓക്കെ ഓക്കെ. അവന്മാരെ പോലെ തന്നെ തന്നെ. ഓക്കെ എടാ ഇത് ഇന്നത്തേക്കാണ് കേട്ടോ. എടാ നീ നിങ്ങളെ ടീമിന്റെ കാര്യം നോക്കടേ. ഇത് നിങ്ങളെ പോലെ എളുപ്പമുള്ള പരിപാടിയില്ല. കറിയാണ് വെക്കണത്, റിസ്ക് കൂടുതലാ. റിസ്ക് കൂടുതലാണ്, എക്സ്പെരിമെന്റ് ആണ്. എന്നിട്ട് നീയല്ലേ വയ്ക്കണത്. എടാ അറിഞ്ഞൂടാത്ത പണിക്ക് പോണെന്തിന് പറ്റണ ചെയ്താ പോരെ. പറ്റണ നിങ്ങൾ ചെയ്തോ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ലിമിറ്റ് പുഷ് ചെയ്യും. അതെ അതെ നിങ്ങൾ അത് സ്പെഷ്യൽ എന്നൊരു വാക്ക് മാത്രമല്ല. എടാ നിങ്ങൾ ചെയ്യണത് രണ്ടും ഫ്രൈ തന്നെയാണ്. അല്ല അയ്യേ, നീ പൊള്ളിച്ചത് കഴിച്ചിട്ടില്ല. പൊള്ളിച്ച് ഫ്രൈ ചെയ്തിട്ടല്ലേ വെക്കണത്. അങ്ങനെയല്ലേ വരുള്ളൂ. നീ പറയണ പോലെ നല്ല കാര്യങ്ങള് മസാലയിലാണ് കാര്യം. കറി എന്ന് പറഞ്ഞു കഴിയുമ്പം തല വെട്ടണം. തല ഫസ്റ്റ് വെട്ടണം. നല്ല പോയിന്റ്. തല വെട്ടിയിട്ട് ഇതാ ഇവിടം വെച്ച് 1 2 3 4 ഇവിടെ വരുത്. ഇത്രേ ഉള്ളൂ. മനസ്സിലായി. ഇതിപ്പോ ഉല്ലാത്തിനോട് ചോദിച്ചാൽ അവനെ വരെ പറയാം. പല പോയിന്റ് ഒന്നും ഇല്ല. എടാ ഇത് നീ ഫസ്റ്റ് തല മാറ്റി, എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ 5-6 താനം. ശരി ശരി നോക്കട്ടെ. എടാ ഇത് വേണമെങ്കിൽ നീ അരിഞ്ഞോ? ഇല്ല നീ അരിഞ്ഞു. പക്ഷേ അവന്മാരെ മീനും വാങ്ങിച്ചു വെച്ചിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്ത് വിട്. നമ്മള് കൊള്ളാം. തിരിച്ചു വന്നു. അരുൺ തിരിച്ചു വന്നിരിക്കുകയാണ്. അരുൺ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് കുറെ നേരം കൊണ്ടാവും. ഇതിന്റെ നട്ടലിന് നല്ല ബലമാണ്. കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ടാണ്. അല്ല അരുൺ അറിഞ്ഞൂടാത്തോണ്ടല്ല, കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ട്. വാല് കട്ട് ചെയ്ത് നീണ്ട 2 മണിക്കൂറത്തെ പരിശ്രമത്തിൽ വാല് കട്ട് ചെയ്തു. ഇനി തൊട്ട് ചെയ്യാൻ വെട്ടിയ പീസുകൾ തന്നെ. നീ ആ മീനിന് നിനക്ക് വിഷമാവണല്ലേ? നിനക്ക് ആ മീൻ മുറിക്കാനായിട്ട് വിഷമാവണല്ലേ? അതറിയാം. നീ ഒരു മീൻ സ്നേഹിയാണ് നീ, എനിക്കറിയാം. എടാ അരുണേ പ്ലീസ് പാവോടാ. എടാ യവന്മാരെ വേണ്ട എന്തായാലും നടക്കും. ചുമ്മാ വായ്ത്താളോ അല്ലാതെ ഈ വിനുവിനെ കൊണ്ട് എന്തായാലും പറ്റുമോ? വെറുതെ ഉള്ളി തൊലിക്കാതെ എന്തായാലും ചെയ്യടാ. ഒരു ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ട് കുറെ നേരമായി. ഇവിടെ അരിയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എടാ മീനും നല്ല പാടുണ്ട് കേട്ടോ. മീനത്തിരി കട്ടിയുള്ള മീനാണ്, മുറ്റുള്ള മീനാണ്. പക്ഷെ അമ്മമാരൊക്കെ എങ്ങനെ എന്തോ അരിയും, നല്ല ബലമായിരുന്നു. അതെ, അമ്മമാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. നമ്മള് കറക്റ്റ് അളവും തൂക്കവും എല്ലാം നോക്കിയുള്ള വരയാണ്. അതെ, വരികയാണ്. ഹാഷിമാണ് ഈ ടീമില് മീനിനെ മാനേജ് ചെയ്യുന്നത്. അതെ അതെ. വിനുവിന് അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല, ആ വിനുവിന് വേറെ ജോലിയുണ്ടോ? അല്ല അപ്പൊ പെട്ടെന്ന് നമ്മൾ ചെയ്യണ്ടേ, പെട്ടെന്ന് ചെയ്ത് തീർക്കണ്ടേ. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്. ചെറിയ മീനിന്റെ കണ്ണ് രണ്ടും വെളിയിലിരിപ്പുണ്ട് കേട്ടോ. എന്തോ പ്രശ്നമുണ്ട്, എന്തോ കണ്ട് പേടിച്ച്. ചെറിയ മീനും വരയാണ്. ചെറിയ മീനും വരയ്ക്കുക. വരയാണ് ഇവിടുത്തെ വര മെയിനാണ്. എടാ നമ്മള് വരയ്ക്കുന്ന കണ്ട് കോപ്പി ഒന്നും അടിക്കാൻ നിൽക്കണ്ട കേട്ടോ.
അവന്മാര് മുറിക്കണ പോലും ഇല്ല. അല്ല വരയ്ക്കാം, വരയ്ക്കാം. അരുണറിയാം. അരുണിന്റെ വരെ ഈ നമ്മളെ ടൂൾസ് ഒന്നും അത്ര പോരാ കേട്ടോ. ഇത് കത്തി മുറിയുന്നില്ല. ഓക്കെ, ഇതിനെ ചെറിയ രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ബാക്കി നമ്മൾ പരിപാടി തുടങ്ങും. അപ്പോൾ ഇതിനൊന്നുകൂടെ കഴുകാനൊന്നും തോന്നുന്നുണ്ടോ? റെഡ് കളർ കണ്ടോ? നിങ്ങളെ ഇഷ്ടം, ഞാൻ ഒന്നും പറയുന്നില്ല. ചെമ്പല്ലി അല്ലേ, അപ്പൊ ചുവന്ന കളർ വരൂലേ? സോറി, ഇതൊക്കെ കട്ട് ചെയ്തു. ഈ പാത്രം തരുമോ? ഇല്ല ഇല്ല, അതൊന്നും തരൂല. ഒരു സഹായം ചെയ്യല്ലെന്നാണ് ഇവൻ പറഞ്ഞത്. നാണോണ്ടാണ് ആശിമ. നിങ്ങൾ ഇങ്ങനെയാണ് കറിയിൽ മീൻ കറിയിലിടാം. അല്ല, ഇത് അരുണിനൊരു അബദ്ധം പറ്റിയാ. ഇത് ഇത്തിരി വലുതായി പോയി. ഇത് നമ്മൾ ഇത്തിരി കുറച്ചതാക്കും. എന്താ ഇത് ഇത്രയും കട്ടിയുള്ള മീൻ? ഈ ദാസം ഒന്നും ചെയ്യണില്ലേ? എടാ ദാസം ഒന്നും ചെയ്യണില്ലടാ. മാസം ചെയ്യുന്നുണ്ട്. എടാ ഞാൻ പറഞ്ഞു കൊടുക്കണത്. ഇഞ്ചിയൊക്കെ അവൻ സെറ്റ് ചെയ്തു. അപ്പോഴാണ് അവൻ ഇഞ്ചിയുടെ കാര്യം തന്നെ ഓർത്തത്. എടാ ഫസ്റ്റ് ഇത് അരിഞ്ഞാലല്ലേ ശരിയാക്കുള്ളൂ. ദാസനൊക്കെ എടാ അത് വേണം ചെയ്യണ്ടടാ. അത്രയും പീസ് ഈ ഒരു കഷ്ണം ഇരിക്കട്ടെ നമുക്ക് തിന്നെ. വേണോ? നീ അറിഞ്ഞോ? നീ അരിഞ്ഞോടാ മോനെ. അപ്പൊ ഇവിടെ മീൻ കട്ടിങ് പുരോഗമിക്കുകയാണ്. ബലം കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിക്കണം. ഓ, ഇവിടെ അഖിൽദാസ് ആണ് അഖിൽദാസ് അരിയാൻ ഇങ്ങനെ പിടിച്ചിട്ട് കഴുകി എടുത്താൽ മതി. ഹൈജീൻ. ഇതിന് എത്ര പോയിന്റ് പ്ലസ് കൊടുക്കും? കുക്കിങ്ങിൽ ഇതൊക്കെ സഹജ. അല്ലെങ്കിൽ ഒരു ഇതും കൂടെ നമ്മൾ കഴുകാതിരിക്കുന്നു. ദാസിന്റെ വീട്ടിൽ തന്നെ എത്ര നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, കഴുകിയ മീൻ വീണ്ടും തിരിച്ചെടുത്തിട്ട് അരിയുകയാണ് ആയിരുന്നു. ഇങ്ങനെ തന്നെ. മുള്ളു പൊട്ടി ഇനി ഈസിയാ. ഇനി ഈസി ഒന്നും നല്ല പാടായിരുന്നു. ഞാൻ കുറെ തവണ ഫേസ് ചെയ്തതാണ്. അങ്ങനെ ചെയ്യും. നമ്മളുണ്ടാക്കണ പൊള്ളിച്ചതേ നമ്മൾ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരുവുള്ളൂ കേട്ടോ. ഓ അത് മതി. നിങ്ങൾ റിസ്ക് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ മതി. ചെയ്തോ റിസ്ക്. അവനെ സഹായിക്കെങ്കിലും ചെയ്യും. ഇപ്പോഴേ നീ കൈവിട്ട കളിയല്ലേ നീ കളിക്കണം. അവനെ സഹായിക്കെങ്കിലും ചെയ്യും. അതും ചെയ്യൂല. എന്താ എടാ പരിപാടി? നമ്മളിത് ക്ലീൻ ചെയ്തോണ്ട് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ പോകും. ഫ്രൈക്കുള്ളതാണോ മാരിനേറ്റ് ചെയ്യണത്? രണ്ടും ഒരേപോലെ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യും. ഒരേ മസാലയിലാണ് രണ്ടും ചെയ്യണം. യെസ്. എന്നിട്ട് പിന്നീട് വേറെ പരിപാടികളുണ്ട്. അത് പിന്നെ ഓക്കെ. അപ്പൊ അതിന് എന്തൊക്കെയാണ് നിങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് മുളക് പൊടി, ഉപ്പ്, പിന്നെ ലേശം മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഇത്രയാണ് തുടക്കത്തിലെ മാരിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാത്രത്തിൽ ഇതിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിൽ തേച്ച് പിടിപ്പിക്കും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. കറിക്കട്ട് ചെയ്ത് മീൻ കറിക്കട്ട് ചെയ്ത് എടാ അതിൻ്റെ ആ ഇതും കൂടെ വായിലേ ആ ഒരു വര വരയിടണോ? എന്നുവെച്ചാൽ നമ്മുടെ താടി അങ്ങ് മാറ്റിക്കളെ. താടി മാറ്റണം. അവന് താടി ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടമല്ല അത്. ഈ നാക്കൊക്കെ ഇങ്ങനെ ജഡ്ജിന്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. മാറ്റോ എന്റെ വീട്ടിലൊക്കെ കളയാറ്. പക്ഷെ അതങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ നല്ല വലിയ തലക്കറിക്കൊക്കെ ഈ തല വരും. വായക്കുണ്ടെങ്കിലല്ലേ രസമാണ്. ഞാൻ പണ്ടെങ്കിലും കണ്ടിട്ട് രണ്ടിന്റെ ഇത് പൊരിത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വായ ഉണ്ടായിരുന്നു. തലക്കറിയല്ല ആണെങ്കിൽ നാക്കെടുക്കണമെന്നാണോ നീ പറയുന്നത്? ഇതാ ഈ ഒരു സാധനം മാത്രം. ഇതാ ഇത് ഇങ്ങനെ വെട്ടി അങ്ങനെയൊക്കെ മുറിക്കണോ? ഇത് തന്നെ മുറിക്കാൻ കുറച്ച് കൈ കഴിക്കുന്നു. നോക്ക്. നിങ്ങൾ തമ്മിലൊരു ആശയക്കുഴപ്പമുണ്ടോ? ഇല്ല. അതാ ടീം ആയപ്പോഴേ ആശയക്കുഴപ്പം. ലീഡ് ചെയ്യുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കുമല്ലോ. ഞാനാ കുഞ്ഞാവ ഞാനാ. എടാ ഇനി നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ. കഴി ഒന്നുകൂടെ കഴിക്കുവാണോ? ഓക്കെ ഗൈസ്, അവരപ്പോൾ അവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു മസാല ഓൾമോസ്റ്റ് സെറ്റായി. നമുക്ക് സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ട്. ക്യാമറ കാണിച്ചു. ഗൈസ്, നമുക്ക് സ്പെഷ്യലായിട്ട് വേറൊരു സാധനം കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് ലേശം നാരങ്ങ നീര്. അതെ. ഓക്കെ. നിങ്ങൾ മാരിനേറ്റ് ചെയ്തോ? മാരിനേറ്റ് ചെയ്യാൻ പോകും. കുറച്ച് പരിപാടികൾ. ഓക്കെ. ഇതിനകത്ത് രണ്ട് മീൻ ഇതുപോലെ തേച്ച് പിടിപ്പിക്കും. ഓക്കെ. ഇതിൽ ഒരു മീനിനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യും. ഒരു മീൻ നമ്മൾ നോർമലി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഫുൾ ഫ്രൈ, മറ്റേ ഷാലോ ഫ്രൈ. ഓക്കെ. തേച്ച് പിടിപ്പിച്ച മീൻ നമ്മൾ ചട്ടിയിലേക്ക് തന്നെ തിരിച്ച് നിക്ഷേപിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ തേച്ച് പിടിപ്പിക്കും. ഞാൻ അപ്പുറത്തും കൂടി പോയി പ്രോഗ്രസ് നോക്കിയിട്ട് വരാം. അവരൊന്ന് സഹായിക്കും. പ്രോഗ്രസ്സോ അത് ഒന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾ എന്ത് ചെയ്യണ്ട,
മാരിനേറ്റ് ചെയ്യണം. ഓക്കെ 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 വരെയാണല്ലേ? അതെ അതെ, അത് മീനിന്റെ പവിത്രത നഷ്ടപ്പെടാതെയാണ് നമ്മള് മാരിനേറ്റ് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ചെയ്യുന്നത്. കേക്കും ഇത് നളദാസൻ, ഇത് നളൻ ദാസൻ. പവിത്രത ഷെഫ് മീനിന്റെ റോ നളൻ ടേസ്റ്റ് അറിയണമെങ്കിൽ റോയായിട്ട് ഇങ്ങനെ ചെയ്യും. അല്ലാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റോ ടേസ്റ്റ് അറിയണമെങ്കിൽ ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം കാണുന്നതിന് കേക്ക്. നമുക്ക് റോ ഡിഷ് അറിയാം. അഖിൽദാസ് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് മീന്. അതിനുള്ള എന്തൊക്കെ വേണം? മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു പച്ച ഇത് ചെയ്യാം. എനിക്ക് തോന്നുന്നു പച്ച ഇത് ചെയ്യാം. കുറച്ച് പച്ചമുളക്, പിന്നെ പച്ചയായിട്ട് ചെയ്യാനാണോ? കുറച്ച് പുതിനയുടെ, പിന്നെ മല്ലി ഇല വേണോ? ഇത് ലൈമാണോ? നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മിന്റ് ലൈഫായി. റിസ്ക് എടുക്കണ്ടല്ലേ, സാധാ പോലെ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇവ നമ്മളെ ഇവ ചിരിക്കണ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നുന്നു, അതുകൊണ്ട് മാറ്റി. ചിരിക്കാനൊന്നും പാടില്ലടാ. ദാസ ഇങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങൾ പിടിക്കണത്. നീ ചിരിക്കുന്നുണ്ടോ അതെടുക്കണം, ഒരു സാധനം ഉണ്ടാക്കി തേക്ക് വേണ്ടി ചിരിക്കുന്നില്ലെങ്കിൽ ഇതെടുക്കുന്നില്ല. ഓക്കെ, അവരത് ചെയ്യട്ടെ. ടീം ലീഡർ ദാസനാണ്. അല്ല, അവൻ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി അത് അവിടെ തന്നെ ഇരിക്കട്ടെ, എടുത്ത് മാറ്റണ്ട. ചെറുതായിട്ട് റൂട്ട് മാറ്റി പിടിച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നു അഖിൽദാസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, കുറച്ച് സ്ട്രെസ്ഡ് ആണ്. അവന് എന്ത് സാധനം യൂസ് ചെയ്യണമെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളവരെ അത് തോന്നുന്നു. എല്ലാ അതോ പരിപാടിയും ഇനി കസ്റ്റമൈസ് ചെയ്യണതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവൻ എന്തോ ഒരു പരീക്ഷണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ എന്തോ മെമ്മറി റീകളക്ട് ചെയ്യാണ്. ഐ തിങ്ക് ഹീസ് റീകളക്ടിങ് ദ റെസിപ്പി ഫോർ ദ ബെസ്റ്റ് ഫിഷ് ഫ്രൈ. ഫിഷ് കറി ആദ്യം ഉണ്ടാക്കണം. അല്ലല്ല, ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണോടാ. ഇതേപോലത്തെ സാധനങ്ങൾ അയ്യേ അത് കണ്ട അയ്യേ അത് കണ്ടറിയാം. മുളക് പൊടി, അത് ചുവപ്പ് കണ്ട. ഓ, ചുവപ്പ് വെള്ളം. അപ്പൊ മുളക് പൊടി എന്തായാലും വേണോന്ന്. എടാ ഓറഞ്ച്, നാരങ്ങ. നമ്മളെടുത്ത സാധനമൊക്കെ തരാം, കൊണ്ടുപോയി ചെയ്തു. ഇതാണ് ഇതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഐഡിയ കിട്ടാതെ ഇത്ര സാധനം മിക്സ് ചെയ്യണുണ്ട്. ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴേ എടാ അവൻ ചെയ്യട്ടാ. 1.25 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കൊറിയാണ്ടർ, മല്ലിപ്പൊടി. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ടീമിനെ നിങ്ങൾ എവിടെയെങ്കിലും ഇതൊന്നും അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. നമ്മള് പവിത്രത, മീനിന്റെ പവിത്രത കളയാതെയാണ് മീനിന് തന്നെ വിഷമാവണം. ഓക്കെ, ഒരു നുള്ള് മല്ലിപ്പൊടി, അല്ല ഒരു നുള്ളല്ല, തിരിച്ചു വന്നിട്ടുണ്ട്. അല്പം കൂടെ 2 നുള്ള് മല്ലിപ്പൊടി, കുരുമുളക്. അത് കുറച്ചേറെ, ഒരു 1.5. ഹോളിയാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ലേശം. ഗൈസ്, നമ്മളിപ്പോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇവന്മാര് മാരിനേഷൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിത് ഓക്കെ, അവരവിടെ നിങ്ങളെ സവാള എന്തിനാണ് ചെയ്യുന്നത്? സവാള അത് ജസ്റ്റ് പറയില്ല. അത് നമ്മൾ പൊള്ളിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയ്ക്ക്. ഇവിടെ നിങ്ങളൊരു ഇമ്പോർട്ടന്റ് പാർട്ട് മിസ്സായി. ഇവിടെ അവര് ലൈം ജ്യൂസ് ഒഴിച്ചു. ഓ, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട്. അപ്പൊ ബാക്കി എന്തായാലും അയ്യേ, അല്ല, നിങ്ങൾക്കത് കാണിക്കണ്ടെങ്കിൽ ഒളിച്ചു വെക്കായിരുന്നു പകുതി. അത് കുഴപ്പമില്ല. ഇവ ഇവിടെ സാധനങ്ങളെല്ലാം എടുത്ത് കൊടുത്തടാ. വേണം ഈ അതൊക്കെ എടുത്ത് അവർ ഒളിപ്പിച്ചു വെച്ചു. ഈ സാധനം വരെ കൊടുക്കായിരുന്നു, ഒളിപ്പിച്ചു വെച്ചു. പിന്നെ അത്രയും നാണം കെടുത്തിട്ടല്ലോ വിചാരിച്ചിട്ടാണ്. സത്യമായിട്ട് അത്രയും നാണം കെടുത്തിട്ട് നിങ്ങളെ കോപ്പി അടിക്കണായിട്ട് തോന്നുന്നുണ്ടോ? അവിടെ ഒന്ന് നോക്ക്. എടുത്തോളാം, കുഴപ്പമില്ല. വേണ്ട, എടുത്തോ. അവന്മാര് നാണം കെടുത്തിട്ട് ഒരു അഭിമാനം വേണ്ടേ? മിക്സ് ചെയ്യണ്ട. ഉപ്പ് അഭിമാനം പോയില്ലേ? ഉപ്പൊന്ന് കൊടുക്കോ, നേരത്തെ എടുത്ത ഉപ്പ് കൊടുക്കോ. ഒളിപ്പിച്ചു വെക്കുക. ഉപ്പ് എന്ത്? ഓ, ഈ ജഡ്ജിമാര് ഇത് ശ്രദ്ധിക്കുന്നില്ലേ? അല്ല, ജഡ്ജി ഞാൻ എടുത്തു തരാം, അത് തന്നല്ലോ. എടാ, നമ്മൾ ഇവിടെ മാറ്റി വെച്ചോണ്ട് നിങ്ങൾ അറിഞ്ഞിത്ര അതെ അതെ, ഇതൊന്നും അപമാനം എടുക്കണ്ട. അതിന്റെ കാര്യത്തിലാണ് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത്. കൂട്ടിയിട്ടോ കൂട്ടിയിട്ട് കത്തിക്ക്. നീ ഇട്ടോടാ. ഞാനല്ല, നീയാണിടുന്ന. എടാ ശ്രീകാന്ത്, നിനക്ക് മീൻകറി വേണം, പൊള്ളിച്ചത് വേണോടാ? ഞാൻ എല്ലാം എടുക്കണം. അവയെല്ലാം കഴിക്കോടാ. എടാ, ഇതൊക്കെ തിന്ന മീൻ തന്നെയല്ലോ. അതെ, കഴുകിട്ട് തിന്നാ. ആണെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവരൊരു ചമ്മന്തി പരുവത്തിനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മസാല. മീൻ ചമ്മന്തി. ടേസ്റ്റ് നോക്കണല്ലേ? നീ ടേസ്റ്റ് നോക്ക്. ടേസ്റ്റ് ഹൈജീനൊക്കെ നമ്മൾ നോക്കുവേ. ഈ മസാല ഓക്കെ. നമ്മുടെ മസാല നിനക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണോടാ ആരുടെ? വേണോ? അല്ല, ഒരു ഇത് ഓക്കേ ആവാൻ. എടാ, ഈ മസാല എടുത്ത് അതിനിടയ്ക്ക് എത്തിക്ക്. എനിക്ക് വിഷമം തോന്നണ്ട. നിനക്ക് വിഷമം നീ കരഞ്ഞോടാ. വിഷമം ഉള്ളി അരിയുന്നുണ്ടല്ലോ. വിഷമം തോന്നും. നിനക്ക് റിസൾട്ട് വരുമ്പോ വിഷമം തോന്നും. അപ്പൊ നമ്മൾ ഇത് കാണും, നിന്റെ വിഷമം കാണും. അവിടത്തെ അഖിൽദാസാണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും ചെയ്യുന്നില്ല.
കുറച്ച് സാധനങ്ങളുണ്ടടാ. എക്സ്പ്രഷൻ വിട്ടുതരാതെ വാവ് എന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷെ അവ ഇടാതെ വിനു ചുമ്മാ ഇരിക്കുകയാണല്ലോ ഇവിടെ. എടാ ഇത് ഒരാൾ ചെയ്താൽ പോരെ, പിന്നെ അവന്മാർ ഈ മാരിനേഷൻ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ഇത് എടുക്കും. ഓക്കെ, അത്രയും ടൈം നമ്മൾ എടുക്കുക. നമുക്ക് ഒരെണ്ണം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? നിങ്ങൾ കറിയുടെ പരിപാടി തുടങ്ങിയിട്ടില്ല. കറിയുടെ പരിപാടി ഷടപടയിന്ന് ഇപ്പൊ തുടങ്ങുമല്ലോ. നമ്മള് തിന്നിട്ട് വീട്ടിൽ നിങ്ങളെ കഴിയുമല്ലോ, എളുപ്പമല്ലേ? നമ്മൾ അതേപോലെയാണ്. നിങ്ങൾ വിധിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, പോയിക്കോ. നിങ്ങളത് ആദ്യമേ കഴിഞ്ഞില്ലടാ, ആ മീൻ വെട്ടലിലെ കഴിഞ്ഞില്ലടാ, വിധി കഴിഞ്ഞില്ല. അതിനുള്ളൊരു ധൈര്യം കാണിച്ചില്ലേ? വിധി കഴിഞ്ഞില്ലടാ. മീനെ വെച്ച് മീൻകറി അല്ലാതെ എന്തെങ്കിലും സാധനം നിനക്കൊക്കെ അറിയാമോ? അത് പറ. ഈ പൊള്ളിച്ചതൊന്നും നീ ഇപ്പോഴല്ലേ കേട്ടത്? മീൻ വെച്ച് മീൻകറിയാണ് ഏറ്റവും റിസ്ക്. കടയിൽ പോയാൽ പോലും മീൻകറി വാങ്ങിക്കാത്ത അവ ഇന്നലെ ഹോട്ടലിൽ വന്നപ്പോഴാണ് തവയെന്നുള്ളത് അറിഞ്ഞത്. എടാ മീൻ വെച്ച് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് മീൻകറി. അതാണ് നിനക്ക് അറിയാന്നുള്ളത്, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് മീൻകറി നമ്മൾ റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു. ഏറ്റവും എളുപ്പമുള്ള സാധനം മീൻ വെച്ചിട്ട് മീൻകറി മീൻകറിയാണ് പറയുന്നത്. അഖിലാസ് പറയുന്നത് ഏറ്റവും പാടാണ് മീൻകറി. അപ്പൊ നിങ്ങൾ പറയുക ഇതിൽ ആരാണ് ഡെയറിംഗ് ആയിട്ട് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അവര് ഭയങ്കര ഡെയറിംഗ് ആണെന്ന്, പക്ഷെ അത് എളുപ്പമുള്ള പണി അവർ പാടായിട്ട് ചെയ്യണതുണ്ട്. തോന്നുന്നുണ്ട് ഇപ്പൊ. നമ്മൾ ഒരു സാധനം നന്നായിട്ട് പെർഫെക്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ് ആ സാധനം? ഫ്രൈ ആൻഡ് അല്ല, അതിലൊരു സാധനം അതിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ പോകുന്നത് ഫ്രൈ. പെർഫെക്റ്റ് ആക്കാൻ പോണ ഫ്രൈ. ഇത് രണ്ടും പെർഫെക്റ്റ്. ഏതെങ്കിലും ഒരെണ്ണമെന്ന് പറയാം. അല്ല, നീ പറഞ്ഞ ഒരു സാധനം പെർഫെക്റ്റ്. നമ്മൾ ചെയ്യുന്ന സാധനം പെർഫെക്റ്റ് ആക്കാനാണ് നോക്കുന്നത്. നീ നിന്റെ പണി കറക്റ്റാ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി അടുത്ത് കറിയിലോട്ട് നമ്മൾ കടക്കുകയാണ്. കറിയിലോട്ട് കടക്കുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് തൊലിച്ചു വയ്ക്കാം, പിന്നെ ഒരു സവാളയും തൊലിച്ചു വയ്ക്കാം, പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് വയ്ക്കാം, പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ വയ്ക്കാം, പിന്നെ അത്രേ ഉള്ളൂ. അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു കറി വയ്ക്കാം. ഞാൻ പോയി അപ്പുറത്തെ അവന്മാര് കുറച്ചും ആയിട്ടുണ്ട്. നമ്മള് അടുത്ത പരിപാടി തുടങ്ങാൻ പോവുകയാണ്. എടാ ഇങ്ങോട്ട് വന്നോണ്ട, ഒരു സാധനം ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പം ബിനു നമുക്കൊരു ടിപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ ഈ ഇച്ചിരി എസൻസ് ഉള്ള സാധനങ്ങൾ അരിയുമ്പോൾ ഇങ്ങനെ അരിയുക. ഇങ്ങനെ, അതായത് നീ ചതക്കരുത്, അതിന് വരെ ഇങ്ങനെ അരിയുക. ഇങ്ങനെ അരിയുമ്പോഴും ഇങ്ങനെ അരി, അപ്പോഴത്തേക്കും ആ എസൻസ് അതിൽ തന്നെ കാണും. കറിയിലും ആ ഒരു ഫ്ലേവർ വരും. അതാണ് നമ്മളിങ്ങനെ ചതക്കരുത്. നമുക്കൊരു ഓഫർ. എടാ ഞാൻ ചോദിച്ചത് അവർക്ക് ടീം മെസ്സപ്പായം തോന്നണമെങ്കിൽ അവന്റെ ടീമിൽ അങ്ങനെയല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്താണ് ദാസനാണോന്ന് പറയൂ? പറയൂല, അവന്മാർ രണ്ടുപേരെ ഞാൻ വേണമെന്ന് പറയില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ. അങ്ങനെയല്ലടാ, ഇൻ കേസ് അവർക്ക് വേണ്ടി വിനുവിനെ ഞാൻ വിനുവിനെ കൊടുക്കുന്നതിനാണ് പറയണത്. ബിനു ഇല്ലെങ്കിൽ നീ ജയിക്കും. അങ്ങനെയല്ല എടാ, ഞാൻ പറയണത് ബിനു പോയാൽ അവര് ജയിക്കുമോ? ബിനു പോയി അവര് ജയിക്കും ചിലപ്പോ. ബിനു പ്രോ അല്ലേ? അത് കലക്കി. എടാ ഇങ്ങനെ വേണം ടീമായ ടീം സ്പിരിറ്റ്. അത് കൊള്ളായിരുന്നു, ഞാൻ കണ്ടു. അപ്പൊ ഇനി ഇത് കുനുവിനെ അരിഞ്ഞു. നിങ്ങളപ്പം മീൻകറിക്ക് ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കണുള്ളൂ അല്ലേ? എന്തൊക്കെയാണ് നീ അവിടെ പോയി നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളല്ല, പുളിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് അറിയാം കേട്ടോ. ഏത് പുളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച വാളംപുളി. വാളംപുളിയാണോ? വാളംപുളി ഞാൻ നമ്മള് തിരുവനന്തപുരത്തുള്ളവരല്ലേ, തിരുവനന്തപുരത്തുകാര് വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനും വാളംപുളിയാണ്. ഇത് തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറിയാണ്. ഇല്ല, എനിക്ക് കുറച്ച് അറിയാം ഗൈസ്. എനിക്ക് നിങ്ങൾ വിചാരിക്കുക എനിക്ക് അറിഞ്ഞുകൂടുന്നു, പക്ഷെ കുറച്ചൊക്കെ അറിയാം. ദാസന എന്തെങ്കിലും നല്ലത് അവനെ പറ്റി പറഞ്ഞൊന്നും ആലോചിക്കും. അത് ശരിയാണ്. ഒരു പാവപ്പെട്ട അവിടെ ആ വലിയൊരു മീൻ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് കൊടുത്ത് എന്തെല്ലാം ചെയ്ത്, എന്നിട്ട്
എന്നെ കണ്ട ഞാൻ കിട്ടില്ല. അല്ല, അത് കേട്ട് സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ സെൽഫിഷ്. നീയല്ലേ വിനുവിനെ അല്പനേരം തരണം വേണോന്ന് വെച്ചു. ഹലോ, ഞാൻ ലാസ്റ്റ് അവന് നല്ല ഹൈപ്പിലാണ്. അത് കയ്യിൽ നിന്ന് പോയപ്പോ നീ മാറ്റി പറഞ്ഞല്ലേ. ഹലോ ആശയം തോന്നുമ്പോഴൊക്കെ മാറ്റി പറയും. അതുകൊണ്ട് മൈൻഡ് കേട്ടാ മതി. എടാ നമ്മള് പരിപാടി വേണമെങ്കിൽ വന്നു കണ്ടോ. ഓക്കെ, അവര് പരിപാടി തുടങ്ങി. അവര് തുടങ്ങിയ നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വരാം. ഇതാ മീൻ അതിലോട്ട് ഇടുകയാണ്. സൗണ്ട് കേട്ടോ. ഒരു ബൗള് ഒരു മീൻ ഫ്രൈ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം ഷാലോ ഫ്രൈ നമ്മളിപ്പോ പരിപാടി എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഷാലോ ഫ്രൈ, ഇത് കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ ഫ്രൈയുടെ പരിപാടി തുടങ്ങും. ആ സമയം കൊണ്ട് ഇവിടെ മസാല സെറ്റ് ആവും. അടുത്ത അല്ല ഫ്രൈ നമ്മൾ ലാസ്റ്റ്. ആദ്യം ഇത് കഴിഞ്ഞ ഉടനെ ഇതിന്റെ മസാല സെറ്റ് ചെയ്ത് ഇതിനെ പൊള്ളിക്കാൻ വെച്ചിട്ട് ലാസ്റ്റ് ഫ്രൈയും കൂടെ. ഓക്കെ, അതിനുശേഷം നമ്മുടെ സർപ്രൈസിങ് ആയിട്ട് കുറച്ച് സാധനങ്ങളിവിടെ ഉണ്ട്, അത് പറയില്ല. നിങ്ങളുടെ ഇഷ്ടം. നിന്നെ നമ്മൾ തീറ്റിപ്പിക്കണം. അത് അവന്മാരെ കാണിക്കുകയില്ല, നമ്മൾ ഒളിച്ചു വെച്ച്. അപ്പോഴ് തിരുവനന്തപുരത്തെ തനതായ രുചിയാണ്. അപ്പോഴിതാ മുരിങ്ങയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മുരിങ്ങയ്ക്ക് നമ്മൾ ജസ്റ്റ് തൊലി കുറച്ചൊന്ന് സെറ്റ് ചെയ്യണം. അവരവിടെ പ്രിപ്പറേഷൻ തുടങ്ങി കേട്ടാ. ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ഒട്ടുമേ ഇല്ല. ഇവിടെ ടീം ഗെയിമാണ് നടക്കുന്നത്. ഇത് മതിയടാ, സെറ്റ് ആയിരുന്നു. പിന്നെ എടുത്തോ. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് സെക്കൻഡ് സൈഡിലോട്ട് മറിച്ചിട്ടുണ്ട്, ഫ്ലിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് പോയി അവരുടെ ആയിക്കോട്ടെ. കൂടി നിർദ്ദേശപ്രകാരം. അതല്ല, പൊട്ടറ്റോ ചിപ്സ് അല്ലേ, മറ്റേ നീളം പോലെ, മറ്റേ കൊള്ളി പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണം. കുനൂനാരി കുനൂന് കറിയല്ലല്ലോ വെക്കുന്നത്. എത്തി നോക്കാം, നിങ്ങൾ കറിയല്ലല്ലോ വെക്കുന്നത്. നിങ്ങൾ സേഫ് സോൺ അല്ലേ. അവരെ നോക്കിയാണോ നമ്മൾ കറി വെക്കുന്നത്? നമ്മൾ അത് നോക്കി കുനുവിനെ ആക്കാൻ പറഞ്ഞാൽ തവയിലാണ്. അതിൽ വേറെന്താണ് ചെയ്യണം. നമ്മള് രണ്ട് സൈഡിൽ ഷാലോ ഫ്രൈ ആക്കി എടുത്ത് മാറ്റാൻ പോവേണേ. ഓക്കെ, അവരപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്തോളെ ഷാലോ ഫ്രൈ. നമുക്ക് ഷാലോ ഫ്രൈ നോക്കാം. ഷാലോ ഫ്രൈ ആക്കിയിട്ട് നിങ്ങളിത് അധികം ഫ്രൈ ആക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഷാലോ. ഇതെന്താണ്? ഇത് നമ്മള് പിന്നീട് ഇതിനെ പൊള്ളിക്കും. ഒരു ഷാലോ ഫ്രൈയിൽ ഇങ്ങനെ കിടക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഡീപ് ഫ്രൈ മസാല ഉണ്ടാകും. നമുക്കത് വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഫ്രൈയുടെ എണ്ണയിൽ തന്നെ നമ്മൾ ഇതിന്റെ മസാല ചെയ്യാൻ പോവുകയാണ്. എണ്ണ കൂടി പോകുമോ വരും? കൂടിപ്പോകും. അപ്പോൾ ലേശം നമുക്കൊരു ഇതിലോട്ട് മാറ്റിയിട്ട് ബാക്കിയിൽ മസാലയാക്കാം. അപ്പൊ അഖിൽദാസ് കേരളത്തിന്റെ തനതായ ചട്ടി ചൂടാക്കാൻ വേണ്ടി വച്ചു, പക്ഷെ കത്തിച്ചില്ല. അപ്പോഴത്തേക്ക് അവരവിടെ മസാല പ്രിപ്പയർ തുടങ്ങി. കട്ടയാണ് നടക്കുന്നത്. അവിടെ ചട്ടി, ഇവിടെ മസാല. ആദ്യം നമ്മൾ ഉള്ളി സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരുന്നത് ആദ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മസാല ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ ഒന്നും ഇട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അഖിൽദാസ് എല്ലാ സാധനങ്ങളും നോക്കുന്നുണ്ട്. കായം എടുത്തു, കായം തിരിച്ചു വെച്ചോ. എന്താണ് ഈ നോക്കുന്നത്? എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. എടാ, നമുക്ക് തേങ്ങയൊക്കെ വേണ്ടി വരും കേട്ടോ, തീർക്കരുത്. അത് ഒരെണ്ണം ഉണ്ട്, നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഉപയോഗിക്കും, നമ്മൾ വാരി തിന്നും. ഈ തേങ്ങ നീ എന്താണ് ചെയ്യാൻ പോണത്? തേങ്ങ മിക്സിയിലിട്ട് അടിക്കണം. തേങ്ങ മാത്രം ടീമേറ്റിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യൂ. സംസാരിച്ചു നോക്കടാ. അരുണിന്റെ അടുത്തിട്ട് അത് പോയി ചെയ്യ്, ഇത് പോയി ചെയ്യ്. അരുണ്, ഇതിൽ എന്തൊക്കെയുണ്ട് ആഡ് ചെയ്യാനുള്ളത്? അല്ല, നിങ്ങൾ തേങ്ങ ഇട്ട് തന്നെ ചെയ്യണം നിർബന്ധമുണ്ടോ, അതോ തേങ്ങ ഇടാതെയാണ് ചെയ്യണം? തേങ്ങ ഇട്ടാണ്. ഇനി എടുത്ത് ഇതെന്തിനാണ് ഈ രണ്ട് സെക്ഷൻ ആക്കി വെച്ചിരിക്കുന്നത്? ഇത്രയും പോരെ, അതിലേക്ക് കിടക്കട്ടെ. എന്നാൽ നിനക്ക് ഇതെടുത്ത് ഇവിടെ ഇട്ടിട്ട് അതിൽ ചെയ്താൽ പോരെ. ഇത് ആവശ്യമില്ലാത്ത തേങ്ങയാണോ? ആവശ്യമില്ലാത്ത തേങ്ങ ഇതല്ല. ഗൈസ്, നമ്മൾ ഇഞ്ചി ഇട്ടു. ഇവർ ഒപ്പിട്ടപ്പോഴത്തേക്ക് അവർ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് ഇൻഫ്യൂസ്ഡ്. ഇപ്പൊ നീ എന്താണ് പരിപാടി? അടിച്ചോണ്ട് പോട്ട്. വേറെ എന്തെങ്കിലും അരി ഉണ്ടെങ്കിൽ ഇരുന്ന് അരിഞ്ഞോ? നമ്മൾ ഇതിനകത്തൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ പൊള്ളിച്ചതിന്റെ മസാല എന്ന് പറഞ്ഞാൽ നല്ല നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കറിവേപ്പിലേക്ക് ഇടുമ്പോൾ ചെറുതാക്കണം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് മൊത്തത്തിൽ ഇടൂല. അതൊരു ടിപ്പാണ്. ഫ്ലേവർ കയറും അല്ലേടാ ഇതിന്. ഇത് എനിക്കറിയില്ല, പക്ഷെ എന്നാലും കേറാതിരിക്കൂല. ഇതിനകത്ത് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെയല്ല, മസാല ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ദിസ് ഉള്ളീസ്
ആൻഡ് ഇഞ്ചീസ് ആൻഡ് വെളുത്തുള്ളി. അതാണ് നമ്മൾ ഫ്രൈഡ് ഇതാണ് എടുത്തേക്കുന്നത്. അതെങ്ങനെയുണ്ട് നമ്മളെ ബുദ്ധി? ബുദ്ധി അതിബുദ്ധി. അടുത്ത് നിന്ന് കേക്കാണ് ഇനി എന്തൊക്കെ ചെയ്യണം, ഒരു കാര്യമില്ല. ഇങ്ങനെ ദാസന്റെ മുഖത്തൊരു നിരാശ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? ആലോചിക്കണം എങ്ങനെ രക്ഷപ്പെടാം. എളുപ്പമുള്ള വല്ലതും ചെയ്തുകൂടായിരുന്ന? അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് നമ്മൾ ചെയ്യണ പോലെ ഇത് വേണം, കപ്പാസിറ്റി വേണം. ഇല്ല, നോ വേ മാൻ. ഇതിന് മസാല ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ പോട്ടെ, നിന്റെ വീട്ടിൽ എന്നും പൊള്ളിച്ചതാണോ ചിക്കൻ മീൻ പൊള്ളിച്ചത്? പിന്നെ മിണ്ടായി. പക്ഷെ എന്നാ നമ്മളെ വീട്ടിൽ എന്നും മീൻ കറിയാണ്. അപ്പോഴ അത് കോമൺ സാധനം, ഈസി. ഉല്ലാസിന് മാത്രം ഒന്നും ഉണ്ടാക്കിയില്ല അല്ലേ? സ്വാഭാവികമാണല്ലോ. വീഡിയോയില് ചീത്തകളി ഇട്ടായിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ചോദിച്ചല്ലേ. അല്ല ഭാഷ ശ്രീകാന്താണ് ഈ ഫിഷ് കൊണ്ടുവന്നത്. അവന് വേണമെങ്കിൽ ഉല്ലാസിനെ കൺസിഡർ ചെയ്തൂടെ? അവൻ മറ്റേ ഇവിടെ ഗ്രാൻഡ് മാസ്റ്റർ ഷെഫ് അല്ലേ, അത് ചെയ്തില്ലല്ലോ. ഈ മീൻ കൊണ്ട് എന്തായാലും 5 പേർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനി പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയില എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മടക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കിലെ കട്ടിയുള്ള സാധനം ഇതിപ്പോ ആയി. വേറൊരു മെത്തേഡ് ഒന്നും ഇല്ലേ ഈ വാഴയില ഫ്ലെക്സിബിൾ ആയിട്ട് വരാൻ? വാട്ടിയാ മതി. അപ്പൊ നിങ്ങൾ അത് ചീറ്റിപ്പോയി, നമുക്ക് അടുത്തെടുക്കും. അല്ലടാ, ഇത് കുറച്ചും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. കട്ട് ചെയ്ത് പൊടി. അപ്പൊ ഹാഷിമിനും ഇപ്പൊ ഇവിടെ വിനു ആണ് ഇപ്പം അവന് മെയിൻ ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്നത്. അരുണ് വന്നിട്ടുണ്ട്. അരുണ് മിക്സിയിൽ ഒരു സാധനം മണപ്പിച്ച് നോക്കല്ലേ, ടേസ്റ്റ് നോക്കാം. അല്ല, ഇവരെ മീൻകറി നാളെ രാവിലെ വന്ന് തിന്നാൻ കേട്ടോ. നമുക്ക് ഇത് പൊരിച്ച് തിന്നോണ്ട് നമുക്ക് പോവാം. നമുക്ക് തുടങ്ങാം. ഇത് മതി. വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതേസമയം ഇവിടെ എന്താണ് മീൻകറി വെക്കുകയാണ്. ഇവരിവിടെ പൊള്ളിക്കാൻ വേണ്ടിട്ട് മീൻ തയ്യാറാക്കുകയാണ്. നീ കറി വെച്ചോ. നിങ്ങൾ ഫസ്റ്റ് എന്താണ് ബേസ് വെക്കാൻ നമുക്ക് മുകളിൽ വെക്കാം. ഓക്കെ, അപ്പൊ ഇനി വെക്കാം. അടിയിൽ കറി വെക്കാനല്ലേ? അടിയിൽ കറി വെച്ചാൽ നമുക്കിത് കയ്യിൽ നിന്ന് പോകും ചിലപ്പോൾ. നോക്കാം. അപ്പൊ ഒരു സൈഡിൽ മാത്രമേ നിങ്ങൾ ഫ്ലേവർ വെക്കണുള്ളൂ? രണ്ടിനും കൂടെ ഫ്ലേവർ ഒരു സൈഡ് വെച്ചാൽ ഇറങ്ങിക്കോളും. നമുക്ക് ഒരു സൈഡിൽ വെച്ചാൽ ഇറങ്ങുമെന്നാണ് ഹാഷിം പറയുന്നത്. പക്ഷേ ഇവ ഒപ്പോസ് ചെയ്യാണ്, 2 സൈഡിൽ വെക്കണം എന്നാണ് ഗൈസ്. അപ്പൊ നമ്മൾ പൊതിയാൻ പോവാണ്. അടിയിൽ ലേശം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകളിലാണ് നമ്മൾ കൂടുതൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അടിയിൽ കുറച്ച് വെച്ചാൽ മതി. ഇങ്ങനെ. എന്നിട്ട് അവർ പൊതിയുന്ന പ്രോസസ് ഒരു ടാസ്ക് ആണ്. അത് വിനു ഏറ്റെടുത്തതാണ്, അവൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഒരു ഇല വെക്കണുള്ളല്ലേ? നിങ്ങൾ ഒരു ഇല വെച്ച് പൊതിഞ്ഞ് നോക്കട്ടെ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ഇല്ലെങ്കിൽ മറ്റേ വേറൊരു ഇലയും കൂടെ എടുക്കും. ഒരു സപ്പോർട്ടിന് വേണമെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞ് പേടിപ്പിച്ചോണ്ട് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ മെയിൻ പ്രോസസ്സിലോട്ട് ഒരു കിടക്കുകയാണ്. പൊതിയുന്നത് നല്ലൊരു എക്സ്പോർട്ടിനാണ് ഇത് പൊതിയാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ഇത് കീറും, ഇല കീറും, എന്നിട്ട് മസാല അടി കൂടെ പോവും. അപ്പൊ നിങ്ങൾ ഒരു ഇല യൂസ് ചെയ്യണുള്ള? ഒരിലയാണ് യൂസ് ചെയ്യാൻ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വള്ളി, വാഴയുടെ തന്നെ വള്ളി ഇവിടെ ഉണ്ടായിരുന്നു, അത് വെച്ച് കെട്ടുകയാണ്. ഒറ്റക്കെട്ടാണ് കെട്ടുന്നത്. നമുക്കിത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇത് മറിച്ചിടാൻ നേരത്ത് വരെ ഇതിങ്ങനെ ഇരിക്കണം. ഇത് മതി, ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അവരുടെ മെയിൻ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ എന്താണ് ഇടുന്നത്? ഫസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും, വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം വെളിച്ചെണ്ണ അടുത്ത വെളിച്ചെണ്ണയിൽ എന്താണ് നിങ്ങൾ ഇടാൻ പോകുന്നത്? ശകലം ഉലുവയാണ് ഇടുന്നത് അല്ലേ? ഉലുവ കൂടിപ്പോയ കഴിക്കുക, ഉലുവ പൊട്ടിക്കുകയാണ്. അതൊക്കെ എല്ലാസിനും അറിയാൻ തോന്നുന്നു. അതൊക്കെ അറിയാം. എന്നിട്ട് അതിലോട്ട് അവര് ഇതിട്ട് കൊടുത്തേക്കാണ്. ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവുകയാണ്. എന്താ ചെയ്യുന്നത്? നമ്മൾ പൊള്ളിക്കാൻ പാത്രം ചൂടാക്കുകയാണ് അല്ലേ? ചൂടായി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വിളിക്കും. ഞാൻ അവന്മാരുടെ എന്തായെന്ന് നോക്കട്ടെ. ഇവിടെ എന്താണ് നടക്കുന്നത്? കുറച്ച് ഉള്ളി വഴറ്റി. ഉപ്പിട്ടിട്ടാണോ വഴറ്റുന്നത്? ഉപ്പിടാതെയാണോ? അതെന്താ അങ്ങനെ? അത് അതിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. ഏതില്? ഇതില് തേങ്ങയിൽ. ഇനി കുറച്ച് മുളക് പൊടി ഇടാം. ഓക്കെ, തീ മാക്സിമം കൂട്ടി വെച്ചിട്ട് അവർ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, മല്ലിപ്പൊടി വിളിച്ചിട്ടത് വരുന്നില്ല. മല്ലിപ്പൊടി
കുറച്ച് മല്ലിപ്പൊടി. കണക്കാണ് അതിലെ ഹൈലൈറ്റ്. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് 1 ഗ്ലാസ്. അതിനുശേഷം അതിന് ശക്തമായി ഇളക്കുകയാണ്. ഈ ഉള്ളി നിങ്ങൾ വേവിക്കാനൊന്നും നമ്മളടുത്ത് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇവരോടത് അപ്പോഴത്തേക്ക് അവരിത് അവിടെ പൊള്ളിക്കാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തു. പൊള്ളിക്കുന്നു, ഇല വെച്ചിട്ട് പൊള്ളിക്കുന്നു. നിങ്ങളിങ്ങനെ തീയിൽ ഇങ്ങനെ ചുമ്മാ വെച്ച് പൊള്ളിക്കുകയാണല്ലേ? ചട്ടിയിൽ വെച്ച് ഇങ്ങനെ നോക്കിയാ അവരിത് ബട്ടറൊക്കെ എടുത്തോണ്ട് പോകണം. ചുമ്മാ നമുക്ക് കഴിച്ചു നോക്കാൻ. ബട്ടർ എന്തിനാണെന്ന് നോക്കിയത്? ബട്ടറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓ, ഉപ്പിട്ട ബട്ടറാ. ഇത് ബട്ടർ ഞാൻ നോക്കിക്കോളാം. അടുത്ത പറഞ്ഞാൽ മതി. ഞാൻ ചെയ്തോളാം. ഒരു സ്റ്റെപ്പ് മറന്നുപോയി. അടുത്തത് ഇത് ചെയ്യാം. വെറുതെ ഇരിക്കുകയില്ല. നിങ്ങൾ ഈ വെള്ളമൊക്കെ എടുത്തു വെച്ചിരുന്നതൊക്കെ എന്ത് ചെയ്ത്? വെറുതെ അതൊക്കെ പാത്രം കഴുത്തു. അല്ലടാ, വെള്ളമൊക്കെ നിങ്ങൾ എന്തോ ഞാൻ ചെയ്തോളാം. ഇല്ല, കുറച്ചുകൂടെ മുറിച്ചെടു. ഉള്ളിയാ കുറച്ചേരം അങ്ങനെ അടച്ചു വേവിച്ചു. എന്താ ഇത്ര പെട്ടെന്ന് എന്താ പെട്ടെന്ന് വേറെയുള്ള സാധനം കഴിച്ചു നോക്കണം. നീ ടേസ്റ്റ് ചെയ്തു. ഞാൻ വെറുതെ നോക്കണേ. എന്റെ എക്സ്പ്രഷൻ അല്ലേ ഉള്ളിൽ അടക്കിക്കോളണം എന്തുണ്ടായിരുന്നു. അയ്യോ, അത് എക്സ്പ്രഷൻ ഇടും. കുറച്ച് വെള്ളം എടുത്താണ്ട്. വെള്ളമാണ് എടുക്കണം. ഒരു മണം വരും. പച്ചവെള്ളമാണോ പച്ചവെള്ളമാണോ ഒഴിക്കണം? അതാണ് ദാസൻ പറയുന്നത്. ചൂടാക്കി വെള്ളമായിരിക്കും എടുക്കാൻ. ഇത് എത്ര നേരം വെക്കണം? ഇവിടെ ചൂടാക്കി എത്ര നേരം വെക്കണം? മറ്റേ ഉള്ളിൽ നിന്ന് നമ്മൾ ഷാലോ ഫ്രൈ അല്ലേ ചെയ്തോളൂ. മറന്നുപോയാ കുഴപ്പമില്ല. നീ ഫ്രൈക്ക് ഫ്രൈക്ക് നമുക്ക് കുറച്ച് ഇതെന്തില്ല അവിടെ വെച്ചേക്കണ? ഇതെപ്പോഴും ഇഞ്ചി കുറച്ച് ഇത് ഈ ഇഞ്ചി ഒന്ന് എങ്ങനെ ഇത് കിട്ടണോ? കടിക്കാൻ കിട്ടണോ? അത് ഇത്തിരി ചൂടാക്കി ഒഴിച്ചോടാ. പറ്റുമോ? ചൂടാക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളമാണോ പുളിവെള്ളമാണോ? പുളിവെള്ളമല്ലേ വെള്ളം. അപ്പൊ അരപ്പിടും. നിങ്ങൾ എന്തിനാണ് ആദ്യമേ വെള്ളം ഒഴിക്കണം? ചൂടാക്കി ഒരു ഒഴുക്ക് കിട്ടാൻ. സ്കൂളിലെ വൈകമാകുമ്പോ എന്തെങ്കിലും തള്ളി കൊണ്ടുപോകാൻ ചോദ്യശരങ്ങൾ. എടാ, കുറച്ച് അരപ്പ് ഇട്ടോ. അരപ്പിടാൻ. അപ്പൊ വെള്ളം ഒഴിക്കണ്ടേ? എന്നിട്ട് വെള്ളം ഒഴിക്കും. ശരി. പുളി അതിൻ്റെ കൂടെ ഒഴിക്കും. ഇത്രയും പുളി ഒഴിക്കണുണ്ടാകുന്നത്? നീ ഇത്രയെന്ന് പറഞ്ഞപ്പോ അവന് സംശയമായി. അത് പറയാം. സഹായിക്കുന്നതാണല്ലോ ഇതൊക്കെ, നമുക്ക് അറിഞ്ഞൂടെ. ജഡ്ജി കണ്ട ഞാൻ അവന്റെ ടെക്നിക്ക് പഠിച്ച് മനസ്സിലാക്കുക. ഓ, എന്തൊരു ഹംബിൾനെസ്. മെയിൻ പ്രോസസ് ആണ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ? കാണാത്തവരൊക്കെ കണ്ടോ? മെയിൻ പ്രോസസ് ആണ്. കണ്ടോ? ഇത് എന്താ മതിയോ? മഞ്ഞക്കിളിയുടെ അരപ്പിട്ടു. എടാ അങ്ങനെ അവ ചിലപ്പോ മഞ്ഞയൊക്കെ അവസാനം ശരിയാക്കും. അല്ല, മഞ്ഞക്കറി ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ പോകുമ്പോഴത്തേക്ക് ഒരു മഞ്ഞക്കറിയിൽ കിട്ടാറുണ്ട്. കിട്ടില്ലേ? കിട്ടും മഞ്ഞക്കറി കിട്ടും. മഞ്ഞക്കറി വിജയിക്കോടെ. സക്സസ് ആവണല്ലോ, അപ്പം പറയാൻ പറ്റും. ചൂടുവെള്ളം എനിക്ക് ഞാൻ അളക്കുവാണ്. എല്ലാം കൂടെ ചെയ്യാൻ ഞാൻ ബ്രഹ്മാവല്ല. രണ്ട് കൈ ഒഴിച്ചോ. ഞാനിത് മാനേജ് ചെയ്തോളാം. നീ ബാക്കിയെല്ലാം നോക്കി. ഞാൻ വെള്ളം ഒഴിക്കണില്ലേ? അപ്പുറത്തോ അവർ തിരിച്ചെടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മറിച്ചിടാൻ നിങ്ങൾ എണ്ണ ഒഴിച്ചില്ലേടാ? ഇല്ല. ഓക്കെ, പക്ഷെ അതിൽ എണ്ണ ഉണ്ടായിരുന്നല്ലേ? അല്ല, പൊടംപുളി ഇടാത്ത മീൻകറി. കുടംപുളി കൂടി ഇടാടാ. നിങ്ങളപ്പോ എല്ലാം ഇടുന്നുണ്ട്. കുടംപുളി, മാങ്ങ, തക്കാളി. അവിടെ മുരിങ്ങയ്ക്ക് ഇടണം. അല്ല, അവൻ കുറച്ച് സാധനങ്ങളോട് വാങ്ങിച്ചോണ്ട് വെച്ചെന്ന് പറഞ്ഞ എല്ലാം ഇടണമെന്നൊന്നുമില്ല. ദാസാ, നിങ്ങൾ വെച്ച് ക്ഷീണിച്ച് തിരിക്കുമ്പോ നമ്മളെ പൊള്ളിച്ചത് തരാടാ കുറച്ച്. കുറച്ച് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ദാസന്റെ വായിന്ന് നിരാശനാണവൻ. ദാസന്റെ വായിന്നൊക്കെ താങ്ക് യു വന്നു. എടാ, കണ്ണുടച്ചിട്ട് എടാ, ഇപ്പൊ അവർക്ക് കോൺഫിഡൻസ് ഒക്കെ വന്നതാ. വിനോ അല്ലേ പറഞ്ഞു. നമ്മള് നമ്മളെന്തായാലും ഒരു ഡിഷ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നൈസിലി അതിനെ ഒരു തൽക്കാലത്തേക്ക് ഒരു പാത്രത്തിലേക്ക് പ്രസൻറ്റ് ചെയ്യും. എന്നിട്ട് ഫൈനലി നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് ഇതാക്കി വെക്കും. നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അവർ ജഡ്ജസിന്റെ അടുത്ത് തന്നെ മെയിൻ ജഡ്ജ് വരുമ്പോൾ തന്നെ ഇത് അവർക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കണം. മെയിൻ ജഡ്ജ് വരുമല്ലോ അല്ലേ? നീ ആ പാത്രം ഇങ്ങോട്ട് പൊക്കി പിടിച്ചോ, ഇല്ലെങ്കിലേ തുറക്കാൻ പറ്റും. അവർ ബുദ്ധി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. വെൽ പ്ലാൻഡ് ആണ് എല്ലാം പ്ലാന്റ്. ഇതൊക്കെ എന്ത് കൊള്ളാം, നല്ല മണമുണ്ടല്ലേ? അവിടെ ഒരു മീൻകറിക്കും പകരം മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. എടാ അങ്ങനെയെങ്കിലും ആ മാങ്ങ മുതലാക്കട്ടെ. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇതാ പാത്രത്തിലേക്ക് ഇതാണ്. ആ സൗണ്ട് കേട്ടോ. അവരുടെ സെക്കൻഡ് ഡിഷ് ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അഖിൽദാസ് ഒന്ന് നോക്കുകയാണ് എന്താണ് എതിരാളിയുടെ നീക്കങ്ങൾ നോക്കുകയാണ്. നമ്മളെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നും? ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്തായെന്ന് നോക്കാം. ഇനി അവരുടെ മീനിടാറായോ? ഇവിടെ മീൻ ഇടാറായ മീനിടാറായി. അതായത് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മീനിടും. കുറച്ച് തല തന്നെ ഇടാം. മുക്കിട്ടോ ചേട്ടാ, നമുക്ക് തല ബീസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ? ഇപ്പോൾ തല എന്ത് ചെയ്യും? തല പൂച്ചിട്ട് കൊടുക്കാം. ഇല്ല, ഇത് സൈഡിലൊക്കെ നമുക്ക് ഇടാം. എനിക്ക് തോന്നുന്നു ഇവര് മൂന്നാമത് ഡിഷ് കൂടെ ഉണ്ടാക്കുകയാണ്. ഇത് സർപ്രൈസ് ഡിഷാണെന്ന് തോന്നുന്നു. അത് സർപ്രൈസ് ചെയ്യാം. എന്താണിത്? മാങ്ങയൊക്കെ ആയിരിക്കും. പച്ച മാങ്ങ സാലഡ്. ഓക്കെ. ഇതിൻ്റെ കൂടെ സൈഡ് അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമല്ലേ? അതാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം. നമ്മൾ നേരത്തെ അരപ്പ് ഉണ്ടാക്കി വെച്ച അരപ്പ് എടുത്തിട്ട്, അരപ്പ് മീൻസ് മസാല കുറച്ചെടുത്ത് ലേശം നാളികേരം ഗ്രേറ്റ് ചെയ്തതോടെ ഇങ്ങനെ ഇട്ട് തന്നെ ഇതെന്തിനാണ്? ഇതിനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, ഇത് മുകളിൽ വെതറാനാ? യെസ്. അഖിൽദാസ് ഇത് ആരും കാണാതെ ഒരു കുടംപുളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്താണ് പരിപാടി? ഡയറക്റ്റ് കാണാം അതോ മീൻ സെറ്റാണ്. ദാസ കാണിച്ചു കൊടുക്കണ തുറന്ന്. വെട്ടി തിളക്കുന്നുണ്ടോ? കാണാനൊക്കെ ലുക്കുണ്ട്. ഓ, ഇവര് ഫിനിഷ് ആയി ഗൈസ്. ഫിനിഷ് ആയി. അതിലോട്ടെടുത്ത് വയ്ക്കും. അപ്പത്തെ ടീം ഫിനിഷ് ആയി കേട്ടോ. അതിൽ കാര്യമില്ലല്ലോ അല്ലേ ദാസ? കാണിച്ചു. അതിൽ കാര്യമില്ല, നമ്മൾ ഇത്രയും എത്തിയില്ലേ. ഇനി കുറച്ച് കാര്യം കൂടെ അല്ലേ ഉള്ളൂ. ഇനി ഒരു ഫ്രൈ ചെയ്യണം. അങ്ങനെ കുറച്ച് സെറ്റപ്പ് അല്ലേ ഉള്ളൂ. ഓക്കെ, അവര് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുകയാണ്. സെക്കൻഡ് ഡിഷ് ഇതാ അവര് വീട്ടിൽ നിന്ന് വിളിക്കണം. എന്നും ഇവിടെ നല്ല ഇരുന്നാന്ന് ചോദിക്കാൻ അവരിട്ടു. സെക്കൻഡ് ഡിഷും റെഡി ആയെന്നാണ് അവർ പറയുന്നത്. ഈ സാധനം പൊരിച്ചതിടുകയാണ്. പ്രസന്റേഷൻ അല്ലേ? പക്ഷെ കരിഞ്ഞ ഒരു മണം. ലേശം ഒരു കരിഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ അതിട്ട് കുളമാക്കണോ? ആക്കണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും മതി. വേണം. ജസ്റ്റ് ലാസ്റ്റ് കരി ആയെന്നാണ് തോന്നണത്. തിന്നു വയ്ക്കാണ്ട. ആ വറക്കല് കണ്ടപ്പോഴേ തോന്നി. കുഴപ്പമൊന്നുമില്ല. ഒരു ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. സെറ്റ് സാധനം വരുന്ന ഒന്നുകൂടെ ഉണ്ടാക്കിയാലേ. ഒന്നുകൂടെ ഉണ്ടാക്കാം. അവര് ഇപ്പോഴൊന്നും കഴിയൂല. മീൻ കറി പോലും കഴിഞ്ഞില്ല. ഗൈസ്, അവർ ഫസ്റ്റ് മീൻ കറിയിൽ ഇനി എന്തോ ഒരു പൊടിക്കൈയും കൂടി ആഡ് ചെയ്യണം. അവർ ദേ ഫൗണ്ടഡ് ദാറ്റ് സംതിങ് ഈസ് മിസ്സിംഗ്. യെസ്. അപ്പോൾ അവരെന്തോ ചെയ്യുകയാണ്. ദാസ പറഞ്ഞോളൂ. എന്താണ് ചെയ്യുന്നത്? സഞ്ചരിക്കുകയാണ്, ചാടുകയാണ്. താളിക്കുകയാണ്. സ്പെഷ്യൽ റെസിപ്പി ഇട്ട് താളിക്കുക. ആരും സഞ്ചരിക്കാത്തല്ല, ഇത് ഷെഫ് പിള്ള സഞ്ചരിച്ചതാണെന്നാണ് ഞാൻ റീലിലൊക്കെ കണ്ടത്. റീല് നോക്കിയാണ് ഇടയ്ക്ക്. റീല് പണ്ട് കണ്ടത്. അയ്യോ, തിളക്കുകയാണ്. എണ്ണ തിളച്ചു. എണ്ണയിൽ വെള്ളം ഒഴിച്ചാടാ. അല്ല പാനിന് നീ അതിന് എണ്ണ ഒഴിച്ചാ? പാനിൽ ഇനി എന്താ കിട്ടാൻ പോണതിൽ? പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചെറുതായിട്ട് എടുത്ത പാത്രം തിരിച്ചു വെച്ചു. അവരെടുത്ത പാത്രം തിരിച്ചു വെച്ചിരിക്കുകയാണ്. കടുക് പൊട്ടിക്കുകയാണ്. ഈ എന്താണ് ഇടാൻ പോണ? ചെറിയ കറിവേപ്പിലയുടെ സെറ്റപ്പ് ഒന്നും നിൽക്കില്ല. കറിവേപ്പിലുണ്ട്. നീ അത് പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞത് പറഞ്ഞു നേരത്തെ. എവൻ ഇടൂലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇടും. എനിക്കും ഇല്ലേ ഒരു അവകാശം. ആണല്ലോ. പറ്റുള്ള വിട്ടു. ഇനി ആരുടെ എന്താ ഉണ്ടാവണ? കറിവേപ്പില. അവന്റെ വക കുറച്ച് കറിവേപ്പില മറ്റേ സാധനം കണ്ടോ? തവ ഇരിപ്പോ. കുറച്ച് മുളക് പൊടിയും കൂടെ ഇടാം. ഓക്കെ, ഇത് ജഡ്ജ് വരുമ്പോഴത്തേക്ക് നീ ഞെട്ടിക്കുമല്ലേ? ഞെട്ടി താളിച്ചാ? താളിക്കുകയാണ് ഗൈസ്.
എന്തൊക്കെയാണ് അതിനകത്ത് ഒരു മീൻകറി എന്നും പറഞ്ഞ് എന്തൊക്കെയാണ് അതിനകത്ത് അരി ഇട്ടേക്കുന്നത്? ഇവനവിടെ കഴിഞ്ഞല്ലേ? എടാ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോടാ? അത് തരും അവസാനം വായിൽ ഒഴിച്ചത്. എടാ കാണാൻ നല്ല രസമുണ്ടോ? എടാ വീട്ടിലെ പോലെ മീൻകറി പോലെ ഉണ്ടോ കാണാൻ? ഗൈസ്, അപ്പം അറ്റ് ലാസ്റ്റ് അവർ മീൻകറി സെറ്റാക്കിയിട്ടുണ്ട്. അഖിൽദാസോടാണ്, അഖിൽദാസിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ കറിയാണ് നിങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് അല്ലേ? ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണോ? അവന്റെ അമ്മ അടിക്കേ, എനിക്കൊണ്ട് വീട്ടില് അമ്മ അടിക്കും. തിരിച്ച് വീട്ടിൽ കയറാൻ ആളാണ്, അമ്മ അടിക്കും. അപ്പൊ കറി റെഡിയാണ്. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവര് കൈൻഡ്ലി പെർഫെക്റ്റ്. അവസാനം ഒരു ഔട്ട്പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ചൂട് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഓക്കെ, അത് കാണിച്ചു തന്നായി. ഓക്കെ ഓക്കെ, അത് റെഡിയല്ലേ? ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പൊ ഗൈസ്, ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കരിയേപ്പില ബെഡ് ചെയ്യാം. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. കേട്ട് കാണും, കേട്ട് കാണും. ബെഡിലേക്ക് കിടത്തി. ബെഡിലേക്ക് മീനിനെ കിടത്തുക. കൊള്ളാം ദോശ, ഇത് കാണാൻ കൊള്ളാം. കൊള്ളാടാ ദോശ, നീ പൊളിച്ച് കൊള്ളാടാ. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഗസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട്. ഗസ്റ്റാണ് ഇന്ന് ആക്ച്വലി ഇത് ടേസ്റ്റ് ചെയ്തത്. കാര്യം ഞാൻ അവരെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടൂലല്ലോ, കറക്റ്റ് ആയിട്ടൊരു ബയസ്നെസ് വരും. അതുകൊണ്ട് ബയസ്ഡ് ഒരു ആളിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി നമ്മൾ താഴെ പിടിച്ച് നിർത്താം. നിങ്ങൾ റെഡി ആകുമ്പോൾ എന്നെ ഫോൺ വിളിക്കണേ. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കുഴിയാലും മതി. താഴെ അവരെ പിടിച്ചിരുത്താം. നിങ്ങളത് റെഡി ആയാ? റെഡി ആയില്ല. ഓ, ഇവിടെ പൊരിയുന്നേ ഉള്ളൂ. അകത്തുനിന്ന് തിരിച്ചിടാൻ പോവുകയാണ് കേട്ടോ. ആയാ? കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ ഗസ്റ്റ് കം ജഡ്ജ് താഴെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളി പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവൻ പറഞ്ഞതിന് മുന്നേ, അതായത് നമുക്ക് ഇത് അനോണിമസ് ആയിട്ടാണ് അവൻ പ്രഖ്യാപിക്കാൻ പോണത്. അല്ലെങ്കിൽ ചിലപ്പോൾ ബയസ്നെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം നിങ്ങളുടെ ഡിഷ് ഇവിടെ വെച്ചിട്ട് മാറി നിൽക്കുക. അവൻ വന്ന് അറിയാതെ തന്നെ ട്രൈ ചെയ്ത്, ആരുടെയാണെന്ന് അറിയാതെ ട്രൈ ചെയ്തിട്ട് മാർക്ക് ഇരട്ടെ. ഓക്കെ, വെച്ചോ. ഫിഷ് ഫ്രൈ വെച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടോ? ഇത് നമ്മൾ ഒരു ടീമിന്റെ കൊടംപുളി ഇട്ട് വെച്ച നല്ല കൊടംപുളിയും ചെമ്മീൻ കറി, പാളംപുളി, എല്ലാ പുളിയും, ലോകത്തിലുള്ള എല്ലാ പുളിയും ഇട്ട് വെച്ച. അപ്പം നിങ്ങൾ ഇനി മാറിക്കോ. ഞാൻ നൈസായിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാം. ഇതാ നമ്മളുടെ മെയിൻ ജഡ്ജ് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരുന്ന നിമിഷം, ഇതാ നമ്മളുടെ മെയിൻ ജഡ്ജ്, നിങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമനയായ ദോശയും ചപ്പാത്തിയും. അപ്പോൾ കൃഷ്ണ, ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ഫിഷ് 2 ടീമിന് കൊടുത്തിട്ടുണ്ട്. കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവരുടെ ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണിത്. ശരി, 2 ടീം ഉണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, ഈ സൈഡിൽ ഒരു ടീമിൻ്റെയാണ്. അപ്പോൾ ഇത് ടീം എ, ഓക്കെ, ഇത് ടീം ബി. ഇപ്പോൾ ടീം എ ഉണ്ടാക്കിയത് ഒരു ഫിഷ് ഫ്രൈയും പിന്നെ ഒരു ഫിഷ് പൊള്ളിച്ചതും, ഇപ്പുറത്ത് മീൻ കറിയും ഫിഷ് ഫ്രൈയും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് നിനക്ക്, ബെസ്റ്റ് ടീം അല്ലെങ്കിൽ ബെസ്റ്റ് ഫുഡ് ഏത് ടീമാണ് ഉണ്ടാക്കിയെന്ന് പറയണം. ഞാൻ വേണമെങ്കിൽ ഒരു നോട്ട് പാഡൊക്കെ എടുത്ത് ടീം എ ടീം ബി ഒക്കെ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, നീ ഏതിന്ന് തുടങ്ങണം ഫസ്റ്റ്? കറി തുടങ്ങാം. ഓക്കെ, കറി ചുമ്മാ കഴിച്ചു നോക്കണം അതോ വേറെ എന്തെങ്കിലും? ഒരു ദോശയും കൂടെ. അപ്പം കൃഷ്ണൻ കൊണ്ടുവന്ന ബ്രെഡ്, അതായത് നമ്മളുടെ ദോശയിൽ കൂടെ ഇളകണോ? ഓക്കെ, അതിലിതാ ടീം ബിയുടെ ആണേ ഇത്. ടീം ബിയുടെ ഒരു പീസ്, കുറച്ച് കറി വേണമെങ്കിൽ ഇനി എടുക്കാം. എന്തോ മീനുണ്ട് ഇത്? ചെമ്പല്ലി. കുക്കായ പക്ഷേ ഒന്നും പിടിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, നാളെയൊക്കെ ആവും കറി. ഗ്രേവി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, നീ അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര നോക്കി. ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നു? 6 കൊടുക്കുന്നില്ലേ കറിക്ക്? ഓക്കെ, ഇത് ആ ടീമിന്റെ തന്നെ ഫ്രൈ അല്ലേ? ഓക്കെ, അതെ. ഒന്ന് കൈയിട്ട് അങ്ങ് എടുക്കട്ടെ. കൈയിട്ടെടുത്തോ, ഒരു പീസ് എടുത്ത് കഴിച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒഴിക്കാം, അങ്ങനെ കഴിക്കാം. വേറെ എന്തോ ഒഴിക്കാം? മസാലയൊക്കെ നോക്കണേ. ഉപ്പ് കുറച്ച് കൊടുക്കണം. നല്ല എങ്ങനെ ഉണ്ട് മൊത്തത്തിൽ? ഇതിനൊരു 7 മാർക്ക്. 7. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി ടീം എയിലോട്ട് പോകും. നിനക്ക് ബ്രെഡ് എന്തെങ്കിലും വേണോ ഇതിൻ്റെ കഴിക്കാൻ? വേണമെങ്കിൽ ഒരു ബ്രെഡ് എടുക്കാം. ഇതല്ലേ അത് ഗ്രേവി ആയിട്ട്. ടീം എയുടെ പൊള്ളിച്ചത്, മീൻ പൊള്ളിച്ചത്, മസാലയൊക്കെ എടുത്ത് ആദ്യം മസാല കഴിച്ചോളാം. ശരി, എനിക്ക് കൊള്ളാം. ഒരു കാര്യമില്ല, കൊള്ളൂലേ?
നീ ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് പൊള്ളിച്ചത്. അത് വെച്ച് നോക്കുമ്പം ഇതെങ്ങനെ ഉണ്ട്? 6 ഉള്ളൂ. ഇനി ഇത് അവരുടെ ഇതാണ്. അതിൻ്റെ സൈഡൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിക്കോ. അല്ലെങ്കിൽ സൈഡൊക്കെ ട്രൈ ചെയ്തോ. ഇതിന് പൊടിയുണ്ട് കുറച്ച്. ഇത് കൊള്ളാം, പൊടി കൊള്ളാം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഫ്രൈ. ഇത് എത്രയ്ക്കുണ്ട്? ഇതൊരു 9. ഓക്കെ ഓക്കെ. അപ്പോൾ നിന്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞല്ലേ? അപ്പോൾ ഗൈസ്, നമ്മളുടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു. നമ്മളുടെ ടീം ബിക്ക് കിട്ടിയിരിക്കുന്നത് കറിക്ക് 6 മാർക്കും ഫ്രൈക്ക് 7 മാർക്കും. അതുപോലെ തന്നെ ടീം എയുടെ സിഗ്നേച്ചർ ഡിഷ്, ഇവിടെ ടീം ബിയുടെ സിഗ്നേച്ചർ ഡിഷ് കറിയായിരുന്നു. അതിന് കറിയായിരുന്നില്ലേ? 6 കിട്ടിയത്. അതുപോലെ തന്നെ ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് മീൻ പൊള്ളിച്ചതായിരുന്നു. അതിനും 6 കിട്ടിയത്. രണ്ടുപേരും അതിൽ ഈക്വലാണ്. രണ്ടാമത് ഫ്രൈക്ക് ഇവിടെ കുറച്ച് ഉപ്പ് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉപ്പ് കൂടിപ്പോയി. 7 ഇവിടെ കിട്ടിയത്. പക്ഷേ ഇവിടെ ആ ഫ്രൈയിൽ യവൻ പറഞ്ഞ പ്രസന്റേഷനും പിന്നെ ആ പൊടിയും ഇതുമാണ് കുറച്ചും കൂടി അവന് ഇഷ്ടപ്പെട്ടത്. ഫ്രൈയെക്കാളും കുറച്ചും കൂടി മുകളിൽ നിന്നത്. അതുകൊണ്ട് അവർക്ക് 2 പോയിന്റ് അതിൽ കൂടുതൽ കിട്ടി. അതിൽ 9 കിട്ടി. ഓവറോൾ വന്നപ്പോൾ അവർക്ക് 15, നിങ്ങൾക്ക് 13. പക്ഷെ കിടില ഇതില് ഫസ്റ്റ് പ്രൈസ് ഇതിന് അല്ലാതെ നോക്കിയാൽ ഫസ്റ്റ് പ്രൈസ് ഇത്, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇത് ഭയങ്കര വലുതാവായിരുന്നു. അല്ല കഴിച്ചു ഈ ഇഷ്ടപ്പെടും. പക്ഷേ എന്നെ ഞെട്ടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കറി ട്രൈ ചെയ്തവര്. സത്യം പറഞ്ഞാൽ അവന് കറിയുടെ ഒന്നും അറിയോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് ഞാൻ ഇവിടെ ഉറപ്പിച്ച് ഇത് ഹാഷിമിനോട് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ നിർവ്വാണയൊക്കെ ട്രൈ ചെയ്യുമെന്ന്. പക്ഷെ ഇത് കൊള്ളായിരുന്നടാ. ഞാൻ കഴിച്ചു നോക്കിയില്ല. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. പക്ഷെ ഈ സാധനത്തിന്റെ ഇതാണ് ഹൈലൈറ്റ് സാധനം കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പൊടിയും മീൻ പോരാട്ടോ. കൊള്ളാമല്ലോ. മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ കുറച്ച് ഉപ്പും ഇതിൽ ഉപ്പ് കുറഞ്ഞു. ഞാൻ ഇവരുടെ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ചൊന്ന് ഉപ്പ് കൂടിപ്പോയി. പക്ഷെ നല്ല ഫ്രൈ എന്നുവെച്ചാൽ നല്ല മസാല. ഇത് നിങ്ങൾ സലാഡൊക്കെ ഉണ്ടാക്കി വെക്കാവുള്ള പ്രസന്റേഷൻ നോക്കട്ടെ. ഇവര് മസാല ഇല്ലാതെ നോക്കട്ടെ. ഇല്ല മസാല ഇല്ലാതെ നോക്കല്ലേ, മസാലയാണ് നോക്കാനുള്ള ഫസ്റ്റ്. മസാല നോക്കണം. അല്ല മുകളിലത്തെ മസാല അല്ലടാ ഞാൻ പറയാം. ഫ്ലേവർ കുറവാണ്. ഫ്ലേവർ ഉപ്പും കുറവാണ്. ഉപ്പും കുറവാണ്. ആ സവാള പൊടി എടുത്ത് കഴിച്ചു നോക്കണം. നമ്മളെ ഉപ്പ് കുറവ്. ആക്ച്വലി മസാല സൂപ്പർ അവരെയാണ്. പക്ഷെ അവ അതിൽ ഉപ്പിട്ട് ഇതിൽ പിടിച്ച മസാല സൂപ്പറാണ്. എവരേത് ഈ പുറത്തിട്ട മസാലയിലാണ് പുറത്തിട്ട മസാലയും ആ ഇതിലും സാലഡിലുമാണ് കിട്ടിയത്. അപ്പൊ ഞാനാണ് എടുത്തിരുന്നെങ്കിൽ ഇതിനാണ് ചിലപ്പോൾ പൈസ കിട്ടിയത്. കാര്യം ഇതില് നല്ല ഇതുണ്ട്. പക്ഷെ മാർക്കിടുമ്പോഴേ അല്ല ഒരു പ്രസന്റേഷൻ ഉണ്ട്. പ്രസന്റേഷൻ ഉണ്ട്, സൈഡ് ഉണ്ട്. ശരിയാണ്. ഇവര് പ്രസന്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇതൊന്നും നോക്കട്ടെ ഇവരുടെ സിഗ്നേച്ചർ സാധനം പറയാതിരിക്കാൻ വയ്യടാ. അല്ലടാ ഇത് കൊള്ളൂല. അതിനെക്കാട്ട് ഇതില്ല പൊടി. ഇത് നിങ്ങൾ ആ പൊടി തിന്ന് നോക്കടാ. അതിന്റെ പൊടി നൈസ് ആയിരുന്നു. ഉപ്പില്ല, ഉപ്പുമില്ല, മസാല ശരിയായില്ല. മസാല ഒട്ടും ഇതല്ല. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഫ്ലോപ്പൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും ഏകദേശം സെയിം തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതിൽ നിങ്ങളൊരു ഇതുണ്ടാക്കി ഒരു പ്രസന്റേഷൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ കപ്പ് ജയിച്ചത് നമ്മളുടെ ടീം എ ആയ വിനുവും ഹാഷിമുമാണ്. അവർക്ക് കൊടുക്കാനുള്ള സ്വർണ്ണ പതക്കം ഇവിടെ വെച്ചിട്ടുണ്ട്. നന്ദുകൃഷ്ണൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, OSB 2026 ദ മാസ്റ്റർ ഷെഫ് അവാർഡിന്റെ വിധി നിർണ്ണയമാണ് നിങ്ങളുടെ കഴിഞ്ഞത്. ഒട്ടും ബയസ്ഡല്ലാതെയാണ് പയ്യൻ പറഞ്ഞത് അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി എന്തെങ്കിലും നിർണ്ണയത്തിൽ അല്ലെ? എന്താണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? നമ്മുടെ അവസരത്തില് ഞാൻ സാറ്റിസ്ഫൈഡാ. ഈ ഫ്രൈയില് ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ്. എന്ന് വെച്ചാൽ ഫ്ലേവർ ഇതിൽ നന്നായിട്ടുണ്ട്. അല്ല, എനിക്ക് ആദ്യം നിങ്ങളുടെ മസാല ട്രൈ ചെയ്തപ്പോഴും മസാല കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൽ കഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ വർക്ക് ചെയ്ത് സലാഡ് ഒരു
സലാഡൊക്കെ ഉണ്ടാക്കി നിനക്ക് പൊടി ഇഷ്ടമാണെങ്കിൽ കേട്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ എഫേർട്ടിൽ ഒട്ടും ഇതില്ല. ഓക്കെയാണ്. നീ കഴിച്ചിട്ട് എനിക്ക് എന്ത് തോന്നുന്നു? കൊള്ളാം, ഇത് കൊള്ളാം. വിധി നിർണ്ണയത്തിൽ എന്തെങ്കിലും ബയസസ് തോന്നിയോ? ഓക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സന്തോഷം. എടാ ഇവര് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. നമ്മൾ ഇവിടെ തുടങ്ങിയപ്പോ ഇങ്ങനെ അല്ലല്ല, അത് നമ്മള് ഇതേയില്ലേടാ, അത് നമ്മള് മെന്റലി അവരൊന്ന് ഇതാക്കാൻ വേണ്ടി നമുക്ക് ഉറപ്പായിരുന്നു ഇവര് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. എനിക്ക് ആ ദാസൻ ഉണ്ടാകുന്ന കണ്ടപ്പോഴേ എനിക്ക് ചെറിയൊരു ഡൗട്ട് വരെ അടിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലേ അഖിൽദാസ് എന്നെ അമ്പരിപ്പിച്ചു കളഞ്ഞു. അതെ, നീ കറിയൊക്കെ വെച്ചതല്ലേ, നല്ല എഫേർട്ട് ഒക്കെ എടുത്ത് അത് സമ്മതിച്ചു. ദാസ് ഒരു സലാഡ് പോലും ഉണ്ടാക്കാത്തവനായിരുന്നു. ഇപ്പൊ മീൻകറി, ഫിഷ് ഫ്രൈ, ശകല ഉപ്പ് കൂടി പോയെന്നല്ലാണ്ട് അതിന് ഒരു മാറ്റവും ഇല്ല. ഇതിനും കുഴപ്പമൊന്നുമില്ലടാ. അപ്പം നിങ്ങൾക്ക് അതേ പറയുള്ളൂ. ഹാപ്പി ആണല്ലേ? വളരെ ഹാപ്പിയാണ്. പിന്നെ ഇവര് രണ്ടുപേരും നന്നായിട്ട് സൂപ്പർ ആയിട്ട് ചെയ്യും. ഞാൻ ഇത് പ്രതീക്ഷയില്ല, ഓക്കെ. നന്നാവുന്ന പ്രതീക്ഷയില്ല. പക്ഷെ നല്ല എഫേർട്ടായിരുന്നു. നന്നായിട്ട് വന്നു. അവസാന ഔട്ട്പുട്ട് കാണാനാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. കുറച്ച് സമയം എടുത്തെങ്കിൽ ഇറ്റ് വാസ് ഗുഡ്, ആക്ച്വലി റിയലി ഗുഡ്. അപ്പം ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മാനം ഈ തിരക്കുള്ള സമയത്ത് ഈ തിരക്കുള്ള സമയത്തും ഇത്രയും തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ സന്നിഹിതനായ നമ്മുടെ എല്ലാമായ കഴക്കൂട്ടത്തിന്റെ പൊന്നോമന നന്ദു കൃഷ്ണൻ അവരെ ഞാൻ ക്ഷണിക്കുന്നു. അത് കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ ഡിഷസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആരുടെ കൂടെ ആയിരുന്നു, നിങ്ങൾക്ക് ആര് ജയിക്കണം എന്നായിരുന്നു, അല്ലെങ്കിൽ ആര് ജയിക്കുമെന്നായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. പിന്നെ ഈ വീഡിയോ ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബറുമായിട്ട് ഒരു മാസ്റ്റർ ഷെഫ് നമുക്ക് ഭാവിയിൽ ചെയ്യാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാസ്റ്റർ ഷെഫ് ഒറ്റയ്ക്ക് ചെയ്യാം, സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്യാം, നല്ല പ്രൈസ് മണി തൊട്ട് ചെയ്യാം. അതെ, അത് ബ്രഹ്മാണ്ഡ സാധനമാണ്. ഇതൊരു ചെറിയ ട്രെയിലർ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ കൂടുതൽ സാധനത്തിനായി സ്റ്റേ ട്യൂൺ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ എന്തായാലും വെറൈറ്റി വീഡിയോകളുമായി നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അതുവരേക്കും നീ പറയൂ. ഹൈപ്പ് കയറ്റി ഹായ് ഗൈസ്, ഇന്ന് ഓൾഡ് സ്കൂൾ ബോയ്സ് വന്നിരിക്കുന്ന ഒരു കോമ്പറ്റീഷനുമായിട്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു തള്ളി വിടും. ഹായ് ഗൈസ്, ഇന്ന് ഓൾഡ് സ്കൂൾ ബോയ്സ് വന്നിരിക്കുന്നത് ഹായോട് പറയണ്ടേടാ. ഹായ് ഗൈസ്, ഇന്ന് ഓൾഡ് സ്കൂൾ ബോയ്സ് വന്നിരിക്കുന്നത് യൂട്യൂബ് ചരിത്രത്തിലെ തന്നെ ഒരു ബ്രഹ്മാണ്ഡ സാധനമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കായിരിക്കും എന്തായിരിക്കും, എന്താണത്? പോടാ, നീ അതിന്റെ ഞാൻ ബ്രഹ്മാണ്ഡാക്കി. ഒന്നുകൂടെ പറ. ഹായ് ഗൈസ്, ഇന്ന് ഓൾഡ് സ്കൂൾ ബോയ്സ് വന്നിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സാധനമായിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കായിരിക്കും എന്താണ് ബ്രഹ്മാണ്ഡ സാധനമാണെന്ന്. അത് യൂട്യൂബ് ചരിത്രത്തിൽ അപ്പൊ ശ്രീകാന്ത് ഇതൊക്കെ മറ്റേ ഇതിലിടണേടാ മെമ്പർഷിപ്പില്. ശ്രീകാന്ത്